ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നമ്മൾ ശനിയാഴ്ച സൈക്കോളജിയുടെ വിഷയത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തീർച്ചയായിട്ടും ആ, ജോർജ് സാർ നമുക്ക് തരും. ജോർജ് സാർ നമുക്ക് തരുന്ന ഏറ്റവും മനോഹരമായ ഒരു സൈക്കോളജിക്കൽ ടൂളാണ്. എല്ലാവർക്കും അറിയാം, ട്രാൻസാക്ഷൻ അനാലിസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്, വിനിമയ അപഗ്രഥനം. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് നോക്കുമ്പോൾ ബന്ധങ്ങളെ ഇത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു സൈക്കോളജിക്കൽ ടൂൾ ഉണ്ടോ എന്ന് സംശയമാണ്. ആർക്കും മനസ്സിലാകും. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനോഹരമായ ഒരു ശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി എറിക് ബേൺ എന്ന് പറയുന്ന ആ സയന്റിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് കൃത്യമായിട്ട് വിവരിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ, വലിയ പരാജയം നമുക്ക് കാണാം. 3 പ്രാവശ്യം അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ കോൺസെപ്റ്റ്, അത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. സാമൂഹിക ബന്ധങ്ങളും അതുപോലെ തന്നെ മാനുഷിക അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളും ഒക്കെ വളരെ വളരെ മനോഹരമായിട്ട് അതിലൂടെ നിർവചിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് സാറ് തന്നെ ഇതിനു മുമ്പ് ലൈഫ് പൊസിഷൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു പാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ട്രോക്സ്, അംഗീകാരങ്ങൾ, വളരെ മനോഹരമായ ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്റ്റോക്സ്. കൊച്ചുകുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ, അംഗീകാരങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾക്ക് ഈ പറയുന്ന അംഗീകാരം തരാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇന്നത്തെ ഈ ട്രാൻസാക്ഷൻ അനാലിസിസിലെ സ്റ്റോക്ക് എന്ന വിഷയം നമ്മളോട് സംസാരിക്കുന്നത് ജോർജ് സാറാണ്. ജോർജ് സാർ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു സ്ഥിര സാന്നിധ്യമാണ്. സാർ ഒരു നല്ല ട്രെയിനറാണ്, ലൈഫ് കോച്ചാണ്. അതോടൊപ്പം നേവൽ ബേസിലായിരുന്നു ജോലിക്ക് ശേഷം സൈക്കോളജിയുടെ പല വിഷയങ്ങൾ, അതുപോലെ ചങ്ങാതി എന്നൊക്കെ പറയുന്ന പോലെ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പ്രോഗ്രാമിൽ പല NGOയിലൊക്കെ സാർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ജോർജ് സാറിനെയും. ജോർജ് സാർ, യു ആർ വെൽക്കം. Thank you, Sab sir. Hi, very good evening, friends. നമ്മൾ പതിവ് പോലെ 7 മണി കാത്തിരിക്കുന്നു. ഈ മാറ്റ്നി ഫ്രീ വെബിനാർ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു പ്രോഗ്രാംസ് ആണ്. ഒത്തിരി അറിവുകളുടെ ഒരു സംഭാരം തുറക്കുന്ന വേദിയാണിത്. ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും കൂടി ഉള്ള ഒരു ഷെയറിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. സാറ് സൂചിപ്പിച്ചതുപോലെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന വിഷയം കേൾക്കാത്തവർ ഇപ്പോൾ വളരെ ചുരുക്കം പേരായിരിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നവർ പലവട്ടം സാബു സാറിൻ്റെ തന്നെ ക്ലാസ് കേട്ടിട്ടുണ്ട്. എങ്കിലും ഏത് ദിവസവും ഏത് സമയവും മനുഷ്യ ജീവിതത്തിൽ ഇതിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ്. മനുഷ്യനോട് ഇടപഴകുന്ന എവിടെയായിരുന്നാലും അപ്പോഴൊക്കെ ആ ബന്ധങ്ങൾ ഊഷ്മളമായി സൂക്ഷിക്കുന്നതിന് തീരെ സഹായമാണ്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായിരുന്നാലും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസക്തി എക്കാലവും ഒരുപോലെ നിലനിൽക്കുന്നു. മനഃശാസ്ത്ര രംഗത്ത് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന ഡോക്ടർ ഫ്രോയിഡ് പോലും പിന്നീട് വന്ന പലരും വളരെ സങ്കീർണങ്ങളായ പദങ്ങൾ പറഞ്ഞ് അല്പം ബുദ്ധിമുട്ട് സാധാരണക്കാരന് തോന്നുന്ന വിധത്തിലാണ് മനഃശാസ്ത്രം അപഗ്രഥിച്ച് പറഞ്ഞിരുന്നതെങ്കിൽ എറിക് ബേൺ വളരെ സിമ്പിളായിട്ടാണ് അത് ആവിഷ്കരിച്ചത്. സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം എന്നറിയപ്പെടുന്ന ആണ് ഈ വിനിമയ അപഗ്രഥനം. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ വിനിമയമാണെന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യൻ പിറന്നു വീഴുമ്പോൾ മുതൽ മരണം വരെ എപ്പോഴും മറ്റൊരു വ്യക്തിയോടോ സമൂഹത്തോടോ ഈ പ്രകൃതിയോടോ ഇങ്ങനെ വിനിമയം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ വിനിമയത്തിന് കിട്ടുന്ന ഉത്തരത്തിലാണ്, അല്ലെങ്കിൽ കിട്ടുന്ന ആ തിരിച്ച് കിട്ടുന്നതിലുള്ളതാണ് ഏത് മനുഷ്യൻ്റെയും സംതൃപ്തിക്ക് അടിസ്ഥാനമാകുന്നത്. ആഗ്രഹിക്കുന്നതും കിട്ടുന്നതും തമ്മിലുള്ള അന്തരമാണ് മാനസിക സംഘർഷത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കുന്നത് വളരെ ഗുണകരമാണ്. എറിക് ബേൺ
ഒരു കനേഡിയൻ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം കാനഡയിൽ ജനിച്ചു, പിന്നീട് അമേരിക്കയിൽ വളർന്നു. നാസി പാളയത്തിൽ തടങ്കലിൽ ഉണ്ടായിരുന്നവരുടെ കഥകൾ അപഗ്രഥിച്ചും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചും സമകാലികരായിരുന്ന ഡോക്ടർ പീറ്റ്സും അതിനു മുമ്പുണ്ടായിരുന്ന ഫ്രോയിഡിൻ്റെയും ആ മനഃശാസ്ത്രങ്ങളോടൊക്കെ കൂട്ടിച്ചേർന്നാണ് എറിക് ബേണും തൻ്റെ പഠനങ്ങളെല്ലാം നടത്തിയത്. 1910 മെയ് 10 ജനിച്ചു. 60 വയസ്സേ ജീവിക്കാൻ ഭാഗ്യം കിട്ടുകയുള്ളൂ. 1970 അദ്ദേഹം മരിച്ചു. ആ ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. എറിക് ബേൺ ആവിഷ്കരിച്ച ശാസ്ത്രം, അതിൽ ഒന്ന് പലതുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ്, വിനിമയം. അതിൽ ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് തുടങ്ങി വയ്ക്കുക. സുഹൃത്തുക്കളെ, ഒന്ന് ചോദിക്കട്ടെ, മനുഷ്യൻ ഒരു ദിവസം ഉറക്കമുണർന്നാൽ വീണ്ടും ഉറങ്ങുന്നിടം വരെ ഒട്ടേറെ പ്രവൃത്തികളിൽ ഏർപ്പെടാറുണ്ട്. എന്തിനാണ് വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളിൽ മനുഷ്യൻ ഏർപ്പെടുന്നത്? ആരെങ്കിലും? ഓക്കെ, അതിന് ഓഡിയോ ഓൺ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഓഡിയോ ഓൺ ചെയ്യുന്നതിന് തടസ്സമില്ല എങ്കിൽ അത് ഓൺ ചെയ്ത് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എന്താണ് വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളിൽ മനുഷ്യൻ ഏർപ്പെടുന്നതിൻ്റെ കാരണം? എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോരുത്തരും ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്ത പ്രവൃത്തികൾ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക, ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരമെന്നൊന്ന് പറഞ്ഞാൽ സന്തോഷം. ആർക്കെങ്കിലും പറയാം? എന്തോ? സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ മാറി മാറി ചെയ്യുന്നത്. കറക്റ്റാണ് സാർ. സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യവും അങ്ങനെയാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റുമോ? എപ്പോഴും ബോറിങ്ങാ ഒരു കാര്യം കൂടുതൽ സമയം ചെയ്തുകൊണ്ടിരുന്നാൽ. ഒരേ കാര്യം തന്നെ ചെയ്താൽ പിന്നെ അത് തുടർന്ന് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. സംതൃപ്തിക്ക് വേണ്ടിയിട്ടും മാറ്റത്തിന് വേണ്ടിയിട്ടും. അതെ, തീർച്ചയായിട്ടും ഒരു ചേഞ്ച്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്. നമ്മളിപ്പോ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ, രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടമ്മ അടുക്കളയിൽ കയറുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ മറ്റെന്തെങ്കിലും ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, കുട്ടികൾ സ്കൂളിലേക്ക് പുറപ്പെടുന്നു, അധ്യാപകൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നു, പാട്ട് പാടാൻ താല്പര്യമുള്ളവർ പാട്ട് പാടാൻ പോകുന്നു, പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ പാട്ട് കേൾക്കാൻ പോകുന്നു, ചൂത് കളിക്കാൻ താല്പര്യമുള്ളവർ അവിടേക്ക് പോകുന്നു, മദ്യം കഴിക്കാൻ താല്പര്യമുള്ളവർ അവിടേക്ക് പോകുന്നു, വിശ്വാസികൾ അൾത്താരയിലേക്ക് അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, രാഷ്ട്രീയക്കാരൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇവരെല്ലാവരും ചെയ്യുന്നത് ഏറെക്കുറെ ഒരേ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ്. ഇല്ലേ? ആരാധനാലയത്തിലേക്ക് പോകുന്ന വ്യക്തികളും മദ്യഷാപ്പിലേക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ചൂതാട്ടത്തിന് പോകുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അവരുടെ ലക്ഷ്യം തമ്മിൽ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലാണ്. പൂർണ്ണമായ അക്ഷരാർത്ഥത്തിലെടുത്ത് ഒന്നൊന്നും പറഞ്ഞേക്കരുത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഒരു സുഖാനുഭവത്തിന് വേണ്ടി, ആ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പ്രവൃത്തികളിലെല്ലാം ഏർപ്പെടുന്നത്. നമ്മളും നമ്മുടേതായ എല്ലാ പ്രവൃത്തികളും ഇത്തരത്തിലുള്ള ലക്ഷ്യത്തെ മുൻനിർത്തി തന്നെയാണ്. അപ്പോൾ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ മാർഗങ്ങളിൽ ഉണ്ടാകുന്ന ഏത് വീഴ്ചയും നമ്മളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ആ സംതൃപ്തി, ലക്ഷ്യം അതാണ് നമ്മുടെ സുഖം, മനസ്സുഖം, ആ സംതൃപ്തി വേണ്ടുവോളം കിട്ടാതെ പോവുകയും അവിടെ നിന്ന് മാനസിക സംഘർഷം ഉടലെടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് ലഘൂകരിക്കാൻ, വളരെ ഹ്രസ്വമായ ഈ ജീവിതം ഏറെ സന്തോഷകരമാക്കാൻ ഒരളവ് വരെയെങ്കിലും, ഒരളവല്ല 90% സാധ്യം എന്നാണ് ഇതിനോട് ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഏത് മനുഷ്യനും ഉൾക്കൊണ്ട് ആ നിമിഷം തന്നെ, മറ്റൊരു സന്ദർഭം, പ്രത്യേക സന്ദർഭം കാത്തിരിക്കേണ്ടതില്ല, കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്.
നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നത്. സ്ട്രോക്ക് എന്ന വാക്കിന് എന്തൊക്കെ അർത്ഥം കൊടുക്കാൻ പറ്റുക? തലോടൽ എന്ന് പറയും, പിന്നെ തഴുകുക, പ്രഹരിക്കുക, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇവിടെ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യത്തെ കുറിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ദിവസവും നടക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. പതിവായി കാണുന്ന ഒരാളെ കണ്ടിട്ട് പതിവ് പോലെ ഹലോ നടക്കാൻ ഇറങ്ങിയതാണോ, അല്ലെങ്കിൽ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ സാധാരണ പ്രതികരണം വല്ലതും പ്രതീക്ഷിക്കാമോ? സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകും, ഇല്ലേ? ആ പ്രതീക്ഷയോടുകൂടി ആ ചോദ്യം. ഒരു പക്ഷേ മറ്റെന്തെങ്കിലും അയാളുടെ മനസ്സിൽ വിപരീതമായിട്ടുണ്ടെങ്കിൽ ഇവനോടൊന്ന് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് കരുതിയാണെങ്കിൽ പറയാം, പറയാതിരിക്കാം, ഇല്ലേ? അയാൾ നമ്മളെ സൂചിപ്പിക്കണമെന്നൊന്നും ഒരു കോൺട്രാക്റ്റും ഇല്ല. പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ട്, നല്ലൊരു വാക്ക് പറയണം, എനിക്ക് സുഖദായകമായ എന്തെങ്കിലും അവനിൽ നിന്ന് കിട്ടണം. ഒരു പുഞ്ചിരി ആയാലും മതി, ഒരു നല്ല വാക്കായാൽ മതി, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തായാലും മതി. ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ നല്ല പ്രസരിപ്പോട് കൂടിയാണോ നടക്കുന്നതെന്ന് എന്നോട് ഒന്ന് പറയുകയാണെങ്കിൽ ഞാനൊന്ന് നിന്നിടത്തുനിന്ന് ഒന്നോട് തുള്ളിച്ചാടാൻ തോന്നുന്നു. അതുപോലെ തന്നെ തിരിച്ച് എനിക്ക് അയാളോടും പറയാൻ ഒരു എന്തെങ്കിലും ഉണ്ടാകും. മറിച്ച് എന്താ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളൊന്ന് തലതിരിച്ച് നടന്നാൽ, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ പെട്ടെന്നൊന്ന് മൊബൈൽ എടുത്തിട്ട് സംസാരിക്കുന്ന ഒരു ഭാവം നടിച്ച് പോയാൽ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അടുപ്പത്തിനൊരു കോട്ടം തട്ടിയോ എന്ന് ഉള്ളിൽ തോന്നിയാൽ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു വിഷമമുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? തീർച്ചയായും. മറ്റാരുടെയും കമൻസ് ഇല്ല. എല്ലാവരും അതെ ഞാൻ അതെ പറയാം. ശരിയാണ്, വളരെ ശരിയാണ്. വീഡിയോ ഇല്ലേലും ഓഡിയോ പ്ലീസ്. എന്താ സാർ വേണു സാർ? ശരിയാണ്, ശരിയാണ്, തീർച്ചയായും. ശരിയാണ്. വളരെ ശരി. അപ്പോൾ സ്ട്രോക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സുഖദായകമായ സ്ട്രോക്കാണ് കിട്ടുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയും. അതോടൊപ്പം തന്നെ സുഖദായകമല്ല എങ്കിൽ അതിന് എന്തെന്ന് പറയാം? നെഗറ്റീവ്. നെഗറ്റീവ് സ്ട്രോക്ക്. നെഗറ്റീവ് സ്ട്രോക്ക് എന്ന് പറയും. നെഗറ്റീവ് സ്ട്രോക്ക് എന്ന് പറയാം. പോസിറ്റീവ് സ്ട്രോക്കിനും നെഗറ്റീവ് സ്ട്രോക്കിനും പൊതുവായിട്ടുള്ള രണ്ട് കണ്ടീഷനുണ്ട്. ഒന്ന് കണ്ടീഷണൽ, മറ്റൊന്ന് അൺകണ്ടീഷണൽ. അതിനൊക്കെ ഓരോ ഉദാഹരണങ്ങളോടെ പറഞ്ഞാൽ നമുക്ക് പോകാം. പറയാമോ പ്ലീസ്? ഒരു കണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക്. നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് കുളിർമ തോന്നുന്നു. നിങ്ങളുടെ പ്രസരിപ്പ്, നിങ്ങളുടെ മുഖഭാവങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് ആനന്ദം കൊള്ളുന്നു. എന്നും 7 മണിക്ക് ഇവിടെ ഒത്തുകൂടാനുള്ള അഭിവാഞ്ച ഒരു 6-6:30 ആകുമ്പോഴേക്കും ആകും. മറ്റെന്ത് അധ്വാനത്തിലാണേലും ശരി, നേരിട്ട് വരാൻ പറ്റില്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യണ്ട, ഓഡിയോ എങ്കിലും കേൾക്കണമെന്ന് തോന്നാത്തവർ ഈ ഗ്രൂപ്പിൽ വരുന്നവരില്ല. നമ്മളെ വിളിച്ചു വരുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്ക് നിരന്തരം തരുന്ന ഒരു വേദിയാണിത്. അതെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് തരത്തിലുള്ള വ്യക്തികളുടെ അടുക്കൽ? എല്ലാവരും ഓഡിയോ ഓൺ ചെയ്തോളൂ കേട്ടോ പ്ലീസ്. അതൊരു സഹായകരമാണ്. പോസിറ്റീവ് സ്ട്രോക്ക് തരുന്നതിന്റെ അടുത്ത്. അതെ അതെ അതെ. നമുക്ക് എന്താണ്, ചില ആളുകളുടെ അടുക്കൽ മാത്രം, താങ്ക് യു സലീമ, ചില ആളുകളുടെ അടുക്കൽ ധാരാളം ആളുകൾ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ കൂടെ സന്ദർശിക്കണമെന്ന് ചിന്തിക്കും. ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ പോകും, ചില വ്യക്തികളെ ആകർഷിക്കും, ചില നേതാക്കളുടെ അടുക്കെ ആകർഷിക്കും. അവരുടെ അടുക്കൽ ചെന്നാൽ അത് സുഖദായകമാണ്. അവരുടെ അടുക്ക ഇരുന്നാൽ മതി, ഒന്നും സംസാരിക്കണമെന്നില്ല, ആ സ്ഥലത്ത് പോയാൽ മതി. ചില പിക്നിക് പോയിന്റുകൾ അങ്ങനെയല്ലേ,
ആപ്കിനി സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സുഖമാണ്. വീണ്ടും വീണ്ടും പോകാമെന്ന് പറയും. ഇതേ പോയി കഴിയുമ്പോൾ പറയും, മറ്റുള്ളവരോടും പറയും, കേട്ടോ അവിടെ പോയ നല്ല നല്ല നല്ലൊരു അനുഭവം. അത് പ്രചോദിപ്പിക്കുന്ന എന്താ, നമ്മുടെ മനസ്സിന് സുഖം കിട്ടി, ആ സുഖാനുഭവം തന്നെയാണ്. മറിച്ച് അത് കിട്ടാത്തടത്താണെങ്കിലോ പോകാനുള്ള താല്പര്യം ഉണ്ടാവില്ല. വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇത് തന്നെയാണ് നമ്മൾ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കുടുംബത്തിലാണേലും സമൂഹത്തിലാണേലും ഏത് വേദിയിലായാലും ശരി. ഇപ്പോൾ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് ഉചിതമായ നിലയിൽ സ്ട്രോക്കിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ടീഷണൽ സ്ട്രോക്കും അൺകണ്ടീഷണൽ സ്ട്രോക്കിനും ഒരു ഉദാഹരണം പറയണമല്ലോ. നീ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തോളൂ, നിനക്ക് എന്തായാലും സെലക്ഷൻ കിട്ടും. എന്തോ നീ ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തോളൂ, നിനക്ക് എന്തായാലും സെലക്ഷൻ കിട്ടും. സെലക്ഷൻ കിട്ടും. ഓക്കെ, വെരി ഗുഡ്. നല്ല ഒരു സ്ട്രോക്കാണ്. ആ, ഒരു കുട്ടി സ്കൂളിൽ പോയി വരുന്ന ദിവസം അവൻ്റെ ബാഗിൽ ഒരു പെൻസിൽ ബോക്സോട് കണ്ടു അഡീഷണൽ ആയിട്ട്. ബാഗ് പരിശോധിക്കുന്നതിനിടയിൽ അമ്മ അത് കണ്ടയോയെങ്കിൽ അമ്മ സാധാരണ ഇതിൽ എന്ത് പറയാൻ വഴിയുണ്ട്? ആരുടെയാടാ ഈ പെൻസിൽ? ആരുടെതാടാ നീ അടിച്ചു മാറ്റിയതെന്ന് ചോദിക്കും. അതെ അതെ അതെ. ഇതെങ്ങനെ അവൻ എന്തെങ്കിലും വഴികൾ പറഞ്ഞാലും പിറ്റേ ദിവസം അത് ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും അമ്മ പറയാൻ വഴിയുണ്ട്. മേലിൽ ഇത് ആവർത്തിച്ചാൽ, ആദ്യത്തെ ദിവസം പറഞ്ഞില്ലെങ്കിലും രണ്ടാമത്തെ ദിവസം എന്തായാലും പറയും, മേലിൽ ഇത് ആവർത്തിച്ചാൽ ശിക്ഷിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ കണ്ടീഷണൽ നെഗറ്റീവ് എന്ന് പറയാവുന്നത് അതാണ്. ഒരു ഉദാഹരണം ഇഷ്ടം പോലെ. ഇതുവല്ലോ നമ്മൾ പ്രയോഗിക്കാറുണ്ടോ ഇത്തരത്തിൽ വല്ലത്? നെഗറ്റീവ് സ്ട്രോക്ക് വല്ലോ നമ്മൾ പറയാറുണ്ടോ ആരെങ്കിലും? ഇല്ല, പോട്ടെ. അറിഞ്ഞോണ്ട് പറയാറില്ല സാറേ, അറിഞ്ഞോണ്ട് പറയാറില്ല. അറിഞ്ഞുകൊണ്ട് പറയാറില്ല. അതൊക്കെ വലിയ മനസ്സുകൊണ്ടാണ് സാറേ. സാധാരണ നിത്യജീവിതത്തിൽ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതിൽ ഏറെ പങ്കും നെഗറ്റീവ് സ്ട്രോക്കാണ്. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാം. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതെ, അത് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇഷ്ടം പോലെ നമ്മളൊരു ഗ്രൂപ്പിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സറിഞ്ഞിരിക്കുന്ന, ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്നവരൊക്കെ ഓക്കെയാണ്, കറക്റ്റാണ്, അത് സംശയമില്ല. പക്ഷെ പലപ്പോഴും നോക്കിക്കോളൂ, ഒരു ഗ്രൂപ്പിൽ നമ്മൾ കൂടുന്ന ഒരാൾക്കൂട്ടത്തിലൊക്കെ പലപ്പോഴും ആളുകൾ മുഖം വീർപ്പിച്ചും ഒട്ടേറെ പേരെയും തിരസ്കരിച്ചും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയും ആയിരിക്കും രഹസ്യ സംഭാഷണങ്ങളൊക്കെ. സാറേ, സാറേ, ആ ഒരു പെൻസിലിന്റെ കഥ പറഞ്ഞില്ലേ ഇപ്പോ, അത് കേട്ടപ്പോ എനിക്ക് ഞാൻ പണ്ട് കേട്ട ഒരു തമാശയാണ്. ഒരു ചെറിയൊരു ഇത് കൂടെ, എല്ലാം സീരിയസ് ആവുമ്പോൾ ഇടയ്ക്ക് ഒരു തമാശ നല്ലതാണല്ലോ. പണ്ടൊരിക്കൽ ഒരു പയ്യൻ ഇതുപോലെ അവന്റെ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിലൊരു പെൻസിൽ എക്സ്ട്രാ കണ്ടു. അപ്പൊ അവന്റെ ഫാദർ ചോദിച്ചു, മോനെ ഇത് എവിടെ നിന്ന് കിട്ടിയത്, ആരുടെ കണ്ടു? അപ്പൊ പിന്നെ അവൻ സമ്മതിച്ചു, ഇത് വേറൊരു കൊച്ചിനെ ഞാൻ എടുത്താണ്. അപ്പൊ ആ ഫാദർ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ എടുക്കണേ, നിനക്ക് ആവശ്യമുള്ളപ്പോ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുവരുമല്ലോ ഇഷ്ടംപോലെ. അതെ, എത്ര വേണേലും കൊണ്ടുവരാമെന്ന്. മകൻ ഒന്നേ കെട്ടുള്ളൂ, അപ്പൻ എത്ര വേണേലും കെട്ടുകൊണ്ട് വരാമെന്ന്. വളരെ കറക്റ്റാണ് സാർ, അത് ശരിയാണ്. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ധാരാളമാണ്. നമ്മളത് ഈ സ്ട്രോക്ക് വാക്കുകളിലൂടെ തന്നെ വേണമെന്നില്ലല്ലോ. മറ്റൊരുത്തൻ്റെ സാമീപ്യത്തെ അംഗീകരിക്കുന്നതാണ് സ്ട്രോക്ക്, അത് പരിഗണിക്കുന്നതാണ് സ്ട്രോക്ക്. അത് അവന് സന്തോഷകരമായ വിധത്തിലാണെങ്കിൽ പോസിറ്റീവായി, മറിച്ച് അവനെ വെറുക്കുന്നതോ വേദനിപ്പിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ ആയാണെങ്കിൽ നെഗറ്റീവാണ്. എന്തായാലും അവരുടെ സാന്നിധ്യത്തെ മാനിക്കാത്ത ഒരു പെരുമാറ്റ രീതി ഉണ്ടാകുക എന്ന് പറയുന്ന അതീവ ദുസ്സഹമാണ് ആ ഇതര വ്യക്തിക്ക്. ഒരുപക്ഷെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന വ്യക്തിക്കും മനസ്സുഖം കിട്ടണമെന്നില്ല, പക്ഷേ അവൻ അന്നേരത്തേക്ക് ഒരു സംതൃപ്തി ചിലപ്പോൾ തോന്നിയെന്ന് വന്നേക്കാം. അതൊക്കെ മറ്റവൻ നശിക്കട്ടെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവൻ ചാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിഷം കഴിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. ആ വൈരാഗ്യ ബുദ്ധിയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നതെന്ന് ഈ വേദിയിൽ വരുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും സ്ട്രോക്ക്
അനുപേക്ഷണീയമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് സ്ട്രോക്കാണ്. പക്ഷെ പലപ്പോഴും കിട്ടുന്നത് നെഗറ്റീവ് സ്ട്രോക്കാണ്. അതിൻ്റെ സന്ദർഭോചിതമായ പ്രയോഗമാണ് നമ്മുടെ ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനമാകുന്നതും അതിനെ പരിപോഷിപ്പിക്കുന്നതും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇനി കണ്ടീഷണലും അൺകണ്ടീഷണലും, അൺകണ്ടീഷണൽ നെഗറ്റീവ് സ്ട്രോക്കിന് ഉദാഹരണം പറയട്ടെ. ആരും പറയാത്തതുകൊണ്ടും കൂടെ, നീ ഒരിക്കലും ഒരു കുഞ്ഞ് ശരിയാകില്ല. ജനിച്ചപ്പോൾ കറക്റ്റ് സർ, കറക്റ്റ്. അതെ, കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ വീട്ടില് കടം കൂടി, ബിസിനസ് പരാജയപ്പെട്ടു, അത്ര നാളെ അമ്മാവ് മരിച്ചു, അങ്ങനെ എന്തെല്ലാം 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 പറയാറുണ്ട് അല്ലേ? അങ്ങനെ കിട്ടി വളരാനിടവരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുന്നത്, ഞാനൊരു അപരാധവും ചെയ്തിട്ടില്ല എന്നെ ഇങ്ങനെ പഴിക്കുന്നത്. ഈ സമൂഹം മുഴുവനാണ് തെറ്റുകാർ. ഞാൻ ഇതിനെ പ്രതികാരം ചെയ്യുമെന്നുള്ള ദൃഢനിശ്ചയത്തിലേക്ക് അവൻ പോയേക്കാം. അവൻ ഈ സമൂഹത്തിൽ നിന്ന് അവന് പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടാത്തതുകൊണ്ട് ഇതേ നെഗറ്റീവ് സ്ട്രോക്ക് തേടുന്നതിന് വേണ്ടി അവൻ ഏത് അധാർമിക പ്രവർത്തനവും ചെയ്യും. സമൂഹം മോശമാണെന്നോ ദോഷമാണെന്നോ തെറ്റാണെന്നോ പ്രവൃത്തികൾ അത് തന്നെ ആവർത്തിച്ച് ചെയ്ത് അതിൽ സുഖം കണ്ടെത്തുന്നവരായി അവർ മാറും. അത് നെഗറ്റീവ് അൺകണ്ടീഷണൽ നെഗറ്റീവ് സ്ട്രോക്ക് കിട്ടി വളരുന്നവരുടെ ഒരു 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 പ്രതിപ്രവർത്തന ഫലമാണ്. ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്തതും ലഭിക്കാൻ പാടില്ലാത്തതുമായ ഒരു സ്ഥിതിവിശേഷം. ഈ സമയത്ത് പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ പക്വത ആർജിച്ചവരാ. പക്ഷെ എന്നാൽ യൂട്യൂബിലേക്ക് പോകുമല്ലോ എന്നോർത്ത് ഞാൻ പറയാം. അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്താണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. 6 വയസ്സ് വരെ എറിക്ബൻ പറയുന്നത് രാജകുമാരനും രാജകുമാരിയുമായി ജനിക്കുന്ന മലാഹമാരെ പോലുള്ള ഈ കുഞ്ഞുങ്ങളെ തവളകളാക്കി മാറ്റുന്നത് പേരൻസും അതുപോലെ കെയർ ഗീവേഴ്സ് എന്ന് പറയുന്ന ആ ഉറ്റവരായിരിക്കുന്നവർ, ആ ഇന്നർ സർക്കിളിലുള്ളവരെ എല്ലാവരോട് കൂടിയിട്ടാണ്. ഈ തവളയാക്കുന്നവൻ മരത്തവളയാകാം, പൊട്ടത്തവളയായി, പിന്നീട് ഒന്നിനും കൊള്ളാത്തവനായി മാറാം. പക്ഷെ തക്ക സമയത്ത് അതിനെ ഒന്ന് വേണ്ടതുപോലെ ഒന്ന് ട്യൂൺ ചെയ്യാൻ പറ്റിയാൽ ഈ സമൂഹത്തിനാകെ ഏറെ ഗുണകരമാകുന്ന ഒരു വലിയ മനുഷ്യൻ അവിടെ ജനിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട്, എന്തോ ജോഷി സാർ വല്ലതും ഇങ്ങോട്ടാണോ? അല്ല സാറേ പറഞ്ഞു. തോമസ് ആൽവ എഡിസന്റെ കാര്യം കേട്ടിട്ടുണ്ട്. എഡിസൺ പൊട്ടനായ കുട്ടിയാണ്, നിന്നെ പഠിപ്പിക്കാൻ ഈ സ്കൂളിൽ പറ്റില്ല എന്ന് പറഞ്ഞ് അയച്ച ടീച്ചറിന്റെ കത്തിന് അമ്മ അത് മറച്ചു വെച്ചിട്ട് പറഞ്ഞു, നീ മിടുക്കനായ കുട്ടിയാ, നിന്റെ കഴിവിനൊത്തോണം പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചേഴ്സ് ആ സ്കൂളിലില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കാം എന്ന് പറഞ്ഞു എന്നോ അങ്ങനെ അതാണ് അർത്ഥത്തിലുള്ള കഥകളൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ജനിച്ചത് ഒരു വലിയ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ആ പ്രയോഗത്തിലാണ്. അമ്മയും കൂടി ആ സമയത്തൊന്ന് ശപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലോകത്തിന് കിട്ടാവുന്ന ഒരു വലിയ ശാസ്ത്ര മനസ്സ് നമുക്ക് നഷ്ടപ്പെടേ. ഇപ്പോൾ കുട്ടിക്ക് അങ്ങനെ തന്നെ അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് വളർത്തണം. അതിന് അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് വളർത്തണമെന്ന് പറയുന്നതിന് അമിതമായി ലാളിച്ച് കൊഞ്ചിച്ച് വഷളാക്കി കളയണം എന്ന അർത്ഥത്തിൽ അല്ല, അത് ഉൾക്കൊള്ളണം. കണ്ടീഷണൽ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കേണ്ടപ്പോൾ കൊടുക്കണം. കുട്ടികൾക്ക് അതേ കൊടുക്കാൻ പാടുള്ളൂ. ആവശ്യമെങ്കിൽ ആവശ്യമായിടത്ത് കണ്ടീഷണൽ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം. അതിന് പറ്റിയ വിധത്തിൽ മാതാപിതാക്കൾ ആകുന്നതിന് മുമ്പേ തന്നെ യുവജനങ്ങൾ അറിവ് നേടണം. ആ വിധത്തിലേക്ക് ഒരു 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 സമ്മർദ്ദ സാഹചര്യം നമ്മുടെ സമൂഹം സൃഷ്ടിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ പല വേദികളിലും പലരും പറയാറുണ്ടല്ലോ, പ്രത്യേകിച്ച് യോഗ്യതയൊന്നും
ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട. മറ്റെന്ത് കാര്യത്തിനും ഒത്തിരി യോഗ്യതകൾ വേണമെന്ന് പറയുമെങ്കിലും ഈ കാര്യത്തിൽ അത് വേണ്ട. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ യോഗ്യത ഉള്ളവരായാൽ മാത്രമേ ഒരു നല്ല കുടുംബം വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂ. നമ്മൾ കേട്ടിട്ടുണ്ട് ഡൈവോഴ്സ് റേറ്റൊക്കെ വളരെ കൂടുതലാണ്. ഇത് ഡൈവോഴ്സ് ഓഫ് ക്യാപിറ്റൽ സിറ്റി ഓഫ് ഡൈവോഴ്സ് കൊച്ചിയാണെന്ന് പറയുന്നു, കേരളത്തിൽ കൂടുതലാണെന്ന് പറയുന്നു. ആ കേസൊക്കെ പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചില കേസുകളിൽ നമ്മുടെ മുമ്പിലും വന്നിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ ആ കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ളതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട പരിഗണന കിട്ടേണ്ട വിധത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ഈ ബന്ധം ഇങ്ങനെ തകർന്നു പോകില്ലായിരുന്നു എന്നുള്ളതല്ലേ സത്യം. അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്കിടയായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലേ കാരണം. തിരുത്തുവാൻ മറ്റാരേക്കാളും കഴിയുമായിരുന്ന കക്ഷികൾ ഇവർ തന്നെയല്ലേ. ഇത്തരത്തിലുള്ള ചില ടെക്നിക്സ് ഉപയോഗിച്ചാൽ ആ ജീവിതവും സുഖകരമാകുമായിരുന്നു എന്നുള്ളത് സത്യമല്ലേ. പറയുന്നു, ജീവിതം ഏറ്റവും സുന്ദരമാക്കാൻ, ഏറ്റവും സന്തോഷകരമാക്കാൻ, കുടുംബജീവിതം ഏറ്റവും സ്വർഗീയമാക്കാൻ ഒട്ടേറെ പൊന്നൊന്നും വേണ്ട, അധികം സമ്പത്തും വേണ്ട. തക്ക സമയത്ത് ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു തട്ട്, ഒരു മുട്ട്, അത്രയും മതി. അതിന് ചിലവൊന്നുമില്ല. തക്ക സമയത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. അർത്ഥം വെച്ചുള്ള പ്രയോഗം വേണം. അത് കത്തിക്ക് ഉപയോഗം പലതുണ്ട്. കത്തി കൊണ്ട് മാങ്ങ പൂളി തിന്നാമെന്നും കുത്താമെന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രയോഗം സന്ദർഭോചിതമായിരിക്കണം. അത് വ്യത്യസ്ത അർത്ഥത്തിലായി കഴിഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും, ഇല്ലേ? അപ്പോൾ ഏറ്റവും ഉചിതമായ പ്രയോഗങ്ങൾ നടത്തുന്നതിന് അവസരമാണ്. ജീവിത പങ്കാളിയോട് പറയാവുന്ന ഏറ്റവും വലിയ തലയണ മന്ത്രമാണെന്ന് പറയും, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങളെ ഉൾക്കൊള്ളുന്നു, ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നുവെന്ന്. ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലുമുള്ള ജീവിത പങ്കാളികൾക്ക് തമ്മിൽ പറയാവുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭാഷ്യതാണ്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒരു കണ്ടീഷനുമില്ല. ഏത് കണ്ടീഷൻ വെച്ചാലും ആ കണ്ടീഷൻ നമ്മളെ അകറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ അവർ അകറ്റുന്ന അതിനാനുപാതികമായിട്ടാണ്, മനസ്സുകൊണ്ട് അകലുന്നതിന് ആനുപാതികമായിട്ട് പ്രയോഗിക്കുന്ന ശബ്ദത്തിൽ, ശൈലിയിലൊക്കെ മാറ്റം വരും. അടുത്തിരിക്കുന്നവർ ഉറക്കെ സംസാരിക്കുന്നത് ദേഷ്യം വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ആ പറയുന്നതിന് കൂടുതൽ അർത്ഥം മനസ്സുകൊണ്ട് അവർ കൂടുതൽ അകന്നിരിക്കുന്നു. അപ്പോൾ ശരീരം കൊണ്ടാകുന്നത് പോലെയുള്ള പ്രതിപ്രവർത്തനമാണ്. വളരെ ഉറക്കെ പറയും, ദേഷ്യപ്പെടും. അതൊക്കെ ഒഴിവാക്കാൻ മറ്റാർക്കും കഴിയുന്നതിനേക്കാൾ ഉപരി, മറ്റുള്ളവരുടെ ഇടപെടലിനേക്കാൾ ഭംഗി നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുക എന്നുള്ളത്. ഞാൻ സ്ട്രോക്കിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. സ്ട്രോക്ക് ഇത് രണ്ടും അല്ലാതെ വേറെ സ്ട്രോക്കുകളുണ്ടോ? ഒന്ന് പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? സ്ട്രോക്ക് ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അതായത് പോസിറ്റീവ് സ്ട്രോക്കാണ് തോന്നുമെങ്കിലും അത് ശരിക്കും നെഗറ്റീവായി മാറും. കറക്റ്റ് സർ. ഉണ്ട്. പല പ്രയോഗവും അങ്ങനെയാണ്. അത് പ്രത്യേകിച്ച് പേരൻസൊക്കെ കുട്ടികളെ ഉപദേശിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ചെന്ന് കൊള്ളുന്നതൊക്കെ വേണ്ടാത്തയിടത്തായിരിക്കും. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. സാർ ഇത് പറഞ്ഞപ്പോൾ ഓർക്കുക, പിന്നെ നീ അതൊക്കെ നല്ലതൊക്കെ നല്ല പോലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. അതെ, പക്ഷെ പറയാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ പേരൻസൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ കണ്ടീഷൻ ചെയ്തിരിക്കുക. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണ്ടേ, തിരുത്തണ്ടേ. അത് എൻ്റെ ചുമതലയല്ലേ? ഈ സമൂഹത്തെ മുഴുവൻ തിരുത്താനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. ഞാൻ ആരാ? എനിക്ക് ഇത്രയും അറിവില്ലേ? എനിക്ക് ഇത്രയും കഴിവില്ലേ? ഇത്രയും കാലമൊക്കെ ഞാൻ ജീവിച്ചതല്ലേ? എന്തെല്ലാം ഞാൻ കണ്ട ലോകം ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഉണ്ട്, വളരെ ശരിയുമാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളും ഒട്ടും മോശക്കാരനല്ല. കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ല കൗമാരപ്രായത്തിലെത്തിയവരെ, അല്ലെങ്കിൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം
അവരാഗ്രഹിക്കുന്നത്, അവർ ചിന്തിക്കുന്നത്, പ്രക്ഷുബ്ധമായ അവരുടെ മനസ്സ് അങ്ങ് ഇളകി മറിയുന്ന കടലിനേക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ എവിടെ നിന്നാണ് ഒരു ഇളം കാറ്റ് കിട്ടുന്നത്, ഒരു ശീതളച്ചായ കിട്ടുന്നത് എന്ന് കരുതി കാത്തിരിക്കുമ്പോൾ ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല എങ്കിൽ കിട്ടുന്നിടത്തേക്ക് പോകും. ഏത് ചെടിയും വളർന്നു വരുമ്പോൾ എത്ര ചെടികൾ കൂടെ ഉണ്ടായാലും സൂര്യപ്രകാശം ലഭിക്കുന്നിടത്തേക്ക് ഒരു ചായ ഉണ്ടാവും, സ്വാഭാവികം. അത് പ്രകൃതി നിയമമാണ്. ഈ നോ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ, അതായത് ഒരു സ്ട്രോക്ക് കിട്ടുന്നില്ല, ഇല്ലാത്ത ദാരിദ്ര്യം, ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നു കഴിയുമ്പോൾ ഇല്ലാത്ത ഒരവസ്ഥ, അതായത് അവഗണിക്കപ്പെടുന്നു. കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് വ്യക്തി അവഗണിക്കപ്പെട്ട് ആരാലും പരിഗണിക്കപ്പെടാത്ത ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ആശ്രയം ആദ്യം അവൻ സ്വീകരിക്കുന്ന ഒരു മാർഗം, ഒരു പക്ഷേ ഒന്ന് വായിക്കൂ ആരെങ്കിലും. നോ സ്ട്രോക്ക്, സെൽഫ് സ്ട്രോക്ക്. സെൽഫ് സ്ട്രോക്കാണ്. അതെ, സ്ട്രോക്ക് കിട്ടാതെ വരുമ്പോൾ ആദ്യം ഒന്ന് ചിന്തിക്കും, ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്നെ എന്തിനാ ഇവർ ഇങ്ങനെ കാണിക്കുന്നേ, ഇല്ല ഞാനിത് ഈ പെരുമാറ്റം കൊണ്ടൊന്നും ഞാൻ വീഴില്ല, ഞാൻ തകരില്ല, ഞാൻ പിടിച്ചു നിൽക്കും, എനിക്ക് ശക്തിയുണ്ട്, ഞാൻ കഴിവുള്ളവനാ. ആ ഒരു മനോഭാവത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ കൊടുക്കുന്നത് സെൽഫ് സ്ട്രോക്കാണ്. എന്ന് പറഞ്ഞാൽ തീ കുരുത്തത, പിന്നെ അത് വെയിലത്ത് വാടുമോ എന്ന് നമ്മൾ ചോദിക്കാറുള്ള പ്രയോഗം തന്നെ. എന്തു വന്നാലും മലകളിലെങ്കിലും മഹാജനാന മനമിളക എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ, സെൽഫ് സ്ട്രോക്ക്, സ്വയം പ്രതിരോധം തീർക്കും, സ്വയം പ്രചോദനം കൊടുക്കും, വളരാനും നിലനിൽക്കാനും വളരെ അത്യാവശ്യം. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ല. സാധാരണ മനുഷ്യനൊക്കെ ഏറ്റവും പെട്ടെന്ന് ഓടിയെത്തുന്നത് ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കോ, ഏതെങ്കിലും ആരാധനാലയത്തിലേക്കോ, അതല്ലെങ്കിൽ ഏതെങ്കിലും അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആത്മീയ ആചാര്യന്മാരുടെ അടുക്കലേക്കോ ഓടിയെത്തും. എന്തിനു വേണ്ടി? അവിടെ നിന്നും അവരാഗ്രഹിക്കുന്ന ഒരു സുഖാനുഭവം അവർക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. വിശ്വസിക്കുന്നവന് അത് ലഭിച്ചു എന്നും വരാം, എല്ലായിടത്തു നിന്നും കിട്ടണമെന്നില്ല, പക്ഷെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും അല്ലെങ്കിൽ ആത്മീയ ആചാര്യന്മാരുടെ അടുക്കലും പോകുന്നു, അതുകൊണ്ട് സംതൃപ്തിപ്പെടുന്നു. അവർ മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവരെ അതിലേക്ക് കൂട്ടി വരുത്തും, അങ്ങനെയും അങ്ങ് ലോകം പോകും. ഈ ഡിവൈൻ സ്ട്രോക്ക് പരമസുഖം ലഭിക്കുന്നതാണ്. വിശ്വാസികൾക്കൊക്കെ അത് ലഭിക്കുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ആത്മസംതൃപ്തി, അവരെ ആടിത്തിമിർക്കും, പാടിത്തിമിർക്കും, ആഘോഷിക്കും. അത്രമാത്രം സുഖദായകമാണ് ഡിവൈൻ സ്ട്രോക്ക്. ഇതിലൊന്നും പെടാത്ത മറ്റൊന്നുണ്ട്. എന്താ സാർ ആ സ്ട്രോക്ക്? പ്ലാസ്റ്റിക് സ്ട്രോക്ക്. പ്ലാസ്റ്റിക് സ്ട്രോക്ക്. താങ്ക് യു മനോജ് സാർ. ഈ സ്ട്രോക്ക് വല്ലതും നമ്മളെങ്ങാനും കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ആ സാറേ, ഇത് തന്നെ നമ്മുടെ പത്രത്തിലൊക്കെ കൂടെ കാണാറുണ്ട്. കോടി രൂപയൊക്കെ എന്നാൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, തട്ടിച്ചോണ്ട് പോയെന്ന്. കോടി രൂപയൊക്കെ തട്ടിച്ചോണ്ട് പോയത്. ടോമി സാറേ കേട്ടിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഇവിടെ ഈ വേദിയിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പണ്ട് ആട് തേക്ക് മാഞ്ചിയം വന്ന ഒരു കാലം ഓർക്കുന്നില്ലേ? ആടിന് എന്തൊക്കെ കാണിച്ചാണ് ആടിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ സംഭവങ്ങളാ ജോർജ് സാർ. ഇപ്പൊ നടക്കുന്ന അതിനേക്കാളും വലിയ വലിയ സംഭവങ്ങളാ. നമ്മള് ടി വി പോലും തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടാണ് ഇപ്പൊ. അതെ. നിങ്ങൾക്ക് വലിയ കാര്യങ്ങളാണ്. നിർമ്മല സീതാരാമന്റെ പടം വെച്ച് 1 ലക്ഷം മുടക്കിയല്ലേ? എത്രയാ? ഞാനത് പലവട്ടം കണ്ടിട്ടുണ്ട്. ഈ മാസം 22,000 രൂപ, അല്ല 1 ലക്ഷം, അങ്ങനെ വെച്ച് മറ്റേ കിട്ടുന്ന ഒരു ഓഫർ കൂടെ കാണാറുണ്ടല്ലോ. എത്ര ഭംഗിയായിട്ടാണ് നിർമ്മല കേന്ദ്രമന്ത്രി സംസാരിക്കുന്നത്, ഒരു സംശയവും ഇല്ല. നമ്മൾ വിശ്വസിക്കും, അതിനകത്ത് പെടും. ഇത് തന്നെയല്ലേ സാറേ
10ഉം 15ഉം 10ഉം 17 വയസ്സായ അല്ലെങ്കിൽ +2 ഒക്കെ ചെറുപ്പക്കാർ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ പഴയ ചങ്ങാതി ഓൺലൈനിൽ പരിചയപ്പെട്ട ചങ്ങാതിയെ കാണാൻ പോയി എന്ന് പറഞ്ഞ് എത്രയോ വാർത്ത നമ്മൾ കണ്ടു. എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? നിനക്ക് പരമാനന്ദ രസം പകരാം എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയതല്ലേ, രസിപ്പിച്ച് കൊണ്ടുപോയതല്ലേ, പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയതല്ലേ? ഈ പ്രലോഭനം തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്നതിൽ വലിയൊരു പങ്കാണത്. ഈ പ്ലാസ്റ്റിക് സ്ട്രോക്ക് തട്ടിപ്പിന്റെ മുഴുവൻ കേന്ദ്രം അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന മാധ്യമം, ആ ടൂൾ ഇതാണ്, പ്ലാസ്റ്റിക് സ്ട്രോക്ക്. അതിന് പണ്ടൊക്കെ പറയുമായിരുന്നല്ലോ, കുറുക്കൻ താഴെ വന്നിട്ട് എല്ല് കൊത്തിക്കൊണ്ടുവന്നിരുന്ന മരക്കൊമ്പിലിരുന്ന കാക്കയോട് പറഞ്ഞു, ഹോ കാക്ക സുന്ദരി, നിന്റെ പാട്ട് കേട്ടിട്ട് എത്ര കാലമായടി, ഒന്ന് പാടാമോ, എനിക്ക് കൊതിയാകുന്നു. നിഷ്കളങ്ക ഭാവത്തിൽ കാക്ക പാടാമല്ലോ ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ പാടേണ്ടി വന്നില്ല. താഴെ വീണ എല്ലെടുത്ത് കുറുക്കൻ കഴിച്ചു. അവിടെ കുറുക്കൻ്റെ ലക്ഷ്യം കാക്കയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കാക്ക നിഷ്കളങ്കമായിരുന്നു. ഇതുപോലെ സാധാരണ മനുഷ്യനൊക്കെ കബളിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സ്റ്റോക്ക് കൊണ്ടാണ്. മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന മിക്കവാറും പരസ്യ രംഗങ്ങളിൽ ഇത് ഒളിഞ്ഞിരിപ്പുണ്ട്. തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മളൊക്കെ ഇവിടെ വഞ്ചിക്കപ്പെടും, ഉറപ്പാണ്. ശരിയാണോ? പ്ലാസ്റ്റിക് സ്റ്റോക്കിന് വേറെ ഏതെങ്കിലും ഉദാഹരണം ആരുടെയെങ്കിലും അനുഭവത്തിൽ നിന്ന് പറയാനുണ്ടോ? കേട്ടതോ കണ്ടതോ അറിഞ്ഞതോ അനുഭവിച്ചതോ? പിന്നെ പറയാവുന്നത്, ഇപ്പൊ ചില ആളുകളുണ്ട്, ഈ വികാരിയച്ഛന്റെ പ്രസംഗം അത് ബോറായിരിക്കും, പക്ഷെ ഇറങ്ങിയിട്ട് ഉഗ്രം പ്രസംഗമായിരുന്നു. മറിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് അല്ലേ? അതുകൊണ്ട് മാത്രമായിരിക്കില്ല, ഇയാളിൽ നിന്ന് വേറെന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടായിരിക്കും. കറക്റ്റ് സാർ, വളരെ ശരിയാണ്. കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറുക്കു വഴിയും കൂടിയാണ്. അപ്പോൾ സ്ട്രോക്ക് ഈ വിധത്തിലൊക്കെ ആണ് ഞാൻ കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഇതിനോട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ പറഞ്ഞ എന്തോ പറയാമെന്നല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതും സന്തോഷകരമാണ്. സാർ, കൗണ്ടർ ഫീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു സ്ട്രോക്കും കൂടെയുണ്ട്. കേട്ടിട്ടുണ്ട് സാറേ. ഞാൻ അവിടേക്ക് പോയില്ല എന്നേ ഉള്ളൂ. ഞാനും കേട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതൽ അറിയില്ല, ഞാനത് കൂടുതൽ പഠിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ട് ഞാൻ. സാറിന് ഇപ്പം നമ്മളത് അതിൻ്റെ കാര്യത്രേ ഉള്ളൂ. ഇപ്പോൾ സാറിൻ്റെ നല്ല ഒരു വെളുത്ത ഷർട്ടായിട്ടിരിക്കുന്നു അല്ലേ? നല്ല വെളുത്ത ഷർട്ടാ, പക്ഷെ ഇതൊക്കെ മനുഷ്യരിടുവോ എന്ന് ചോദിച്ചാൽ എന്താവും? ഒരേ സമയം തന്നെ രണ്ടും പ്രയോഗിച്ചു. സ്ട്രോക്ക് നേരെ ഓപ്പോസിറ്റ് അർത്ഥത്തിലാണ് വരുന്നത്. കാര്യം നല്ല സാരിയാ, പക്ഷെ ഇതിൻ്റെയൊക്കെ മുന്താണി കണ്ടോ, ഇതൊക്കെ ആരെങ്കിലും ഇടുവോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചേരുവോ, ഈ വേദി കൊള്ളാവോ? സ്ട്രോക്ക് കൊടുക്കുകയും ചെയ്യും, പക്ഷെ അത് നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കാറൊക്കെ മേടിക്കുന്നവരിലേക്ക്, സൂപ്പർ കാറാ കേട്ടോ, പക്ഷെ ഈ കളറൊക്കെ ആരെങ്കിലും മേടിക്കും. അതെ, നല്ലത്. ഓക്കെ, എന്തായാലും കുറച്ച് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ, ഇങ്ങനെ കുറച്ചു നേരം സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയത് സാബു സാറാ. സാബു സാറിനോടുള്ള അത്യാദരവ്, നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിക്കുക. എന്നെ കേട്ടുകൊണ്ട് ഇത്ര നേരം ഇരുന്ന് നിങ്ങൾ ഓരോരുത്തരോടും വളരെയധികം നന്ദി ഉണ്ട്. ഞാനത് വാക്കുകളിലൂടെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. വളരെ വളരെ എന്താ പറയുന്നത്, എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സാറ് സ്റ്റോക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ സ്റ്റോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ടച്ച് സ്ട്രോക്കാണ് അല്ലേ? തൊടുക, തടവുക, തലോടുക. അതാ പറയാം, കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം അതിനുള്ള ഒരു അവസരമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്രായമുള്ള ആളുകളൊക്കെ എണ്ണയൊക്കെ തേച്ച് സ്വന്തമായിട്ട് കൈയൊക്കെ തിരുമ്മി കാലുമൊക്കെ തിരുമ്മി എണ്ണ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ്.
അപ്പോൾ എന്ന് പറയുന്ന പോലെ സ്റ്റോക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അംഗീകാരമാണ്. അത് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഈ സ്റ്റോക്കിനെ എങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും, ചില സ്റ്റോക്കുകൾ നെഗറ്റീവാണ്, തീർച്ചയായിട്ടും ചില നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോഴും പോസിറ്റീവിൻ്റെ തരത്തിൽ പറയാം. ഇപ്പം നമ്മൾ അമേരിക്കയിൽ നമ്മുടെ ഇപ്പം മനോജ് സാറിനൊക്കെ അറിയായിരിക്കും, വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നും അല്ല. നമ്മൾ ജോലിക്ക് പിരിച്ചു വിടണമെങ്കിൽ പോലും അവർ ചിരിച്ചുകൊണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ദിവസം മുതൽ വരണ്ട എന്ന് വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കും പറയുന്നത്. അപ്പം അത്ര മനോഹരമായി ഈ സ്റ്റോക്കുകൾ അപ്ലൈ ചെയ്ത് മറ്റുള്ളവർക്കൊരു നെഗറ്റിവിറ്റി തോന്നുകയില്ല, എന്നാൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യണം എന്നുള്ള തരത്തിലേക്കൊക്കെ ഇത് കൊണ്ടുപോകാറുണ്ട്. അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു റീവിസിറ്റിംഗ് ആണ് നമ്മുടെ ജീവിതം. പ്രത്യേകിച്ച് കുട്ടികളെ ഏറ്റവും നല്ല സ്റ്റോക്കിലൂടെ വളർത്തണം. കുട്ടികളെ മാത്രമല്ല, എല്ലാവർക്കും സ്റ്റോക്ക് ആവശ്യമാണ്. ഇപ്പോൾ സ്റ്റോക്കുള്ളിടത്തേക്ക് മാത്രമേ നമ്മൾ ശരിയുള്ളൂ. വെയിലുള്ളിടത്തേക്ക് മരം അല്ലേ, മരം അല്ലെങ്കിൽ ശാഖ മാറി വരൂ എന്ന് പറയുന്ന പോലെ, ചെടികൾ വളരും. ചെടികൾ വളരൂ എന്ന് പറയുന്ന പോലെ സ്റ്റോക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നമുക്കുണ്ടാകണം. ഇനി ഇതിനകത്ത് വേറൊരു പ്രത്യേകത കൂടെ. സ്റ്റോക്ക് കിട്ടുക, സെൽഫ് സ്റ്റോക്ക് എന്ന് സാറ് പറഞ്ഞിരുന്നു. സ്റ്റോക്ക് കിട്ടുന്നില്ലെങ്കിൽ സ്റ്റോക്ക് മേടിക്കണം, മേടിച്ച് പിടിക്കണം, ചോദിച്ച് മേടിക്കണം. അപ്പോൾ സ്റ്റോക്ക് അങ്ങനെ ഒരു പാറ്റേണും കൂടെ ഉണ്ട്. നമ്മൾ സ്റ്റോക്ക് കിട്ടിയില്ല എന്ന് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്, നമ്മുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പം പലപ്പോഴും ചിലപ്പോൾ മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പുകിലെന്നുള്ളത് അറിയാമല്ലോ. ആകെ പ്രശ്നമാകും, പരാതിയും പരിഭവവും എല്ലാം ആകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റോക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ നാളത്തെ ഈ വിശേഷപ്പെട്ട ദിവസമാണ്, അതുകൊണ്ടുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്തോണം. വേണമെങ്കിൽ ചുമ്മാ ഒരു വിദേശത്തുള്ള മക്കളൊക്കെ ആണെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒരു കോള്, ഒരു മിസ്ഡ് കോള് മതി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റോക്കുകൾ തരുന്നില്ലെങ്കിൽ പിടിച്ചു മേടിക്കണം എന്നാണ് പറയുന്നത്. പിടിച്ചു മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോകാതെ പോസിറ്റീവായിട്ട് തന്നെ നിലനിർത്താൻ നമ്മളെ കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇന്ന് ജോർജ് സാറിൻ്റെ ഈ ഉദ്യമം വളരെ മനോഹരമായി. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഉപയോഗിക്കുന്നത് അതാണ്. ഈ ട്രാൻസാക്ഷൻ അനാലിസിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്റ്റോക്ക് ഇല്ലാതെ പോകുന്നേ ഇല്ല. ഓരോ നിമിഷവും അല്ലേ, ഓരോ നിമിഷവും ആ സ്റ്റോക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക്, പ്രത്യേകിച്ച് സ്റ്റോക്ക് എന്താ, ഈ അക്ഷരത്തിൻ്റെ സ്പെല്ലിങ്ങിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല കൃത്യമായിട്ട് അത് അറിയാമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ഓരോ ടോപ്പിക്കുകളും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ആ വിഷയം വളരെ മനോഹരമായി ജോർജ് സാർ അവതരിപ്പിച്ചു. ഇനി നിങ്ങളുടെ ഷെയറിങ്സ് തീർച്ചയായിട്ടും പറയാം. ഓക്കെ, പറയൂ വേണുഗോപാൽ സാർ, പറയൂ. സത്യത്തിലുണ്ടല്ലോ, ഞാനിന്ന് വേറെ ഒരു അസൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ജോർജ് സാറിന്റെ ക്ലാസ്സാന്ന് കേട്ടപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ കാര്യം. എന്ത് സ്റ്റോക്കാന്ന് നോക്കി, എന്തൊരു അതെ, അതാണ് പോസിറ്റീവ് സ്റ്റോക്ക്. കാരണം ജോർജ് സാറാണ് ക്ലാസ് എടുക്കുന്നത് പറഞ്ഞപ്പോൾ എന്തായാലും എന്ത് സംഭവിച്ചാലും ശരി അറ്റൻഡ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചു. നന്നായിരിക്കും സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഞാനിത് പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നന്നായി ക്ലാസ്. താങ്ക് യു. മനോജ് സാർ, സ്റ്റോക്ക് യെസ് സാർ. ജോസ് സാറേ, സാറിൻ്റെ ഒരു ക്ലാസ് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ ഇന്ന് കേൾക്കുന്നത്. സാർ എപ്പോഴും വന്ന് എല്ലാ ക്ലാസ്സുകളിലും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്ന ഒരാൾ കൂടെയാണ്. അതാണ് സാറിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ ടി എയിൽ ഇങ്ങനെയുള്ള വേറൊരു ഡയറക്ഷനുള്ള ഈ പ്രത്യേകിച്ച് എറിക് ബേണിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ രീതികളും ഒക്കെയാണല്ലോ സാർ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ശരിക്കും സാധാരണക്കായ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഏറ്റവും ഇതിൻ്റെ വലിയ ഗുണങ്ങൾ കിട്ടുന്നതെന്നാണ് എനിക്ക് സാറിൽ കൂടെ കേട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ സാബു സാറ് പറഞ്ഞ പോലെ പ്രത്യേകിച്ചും ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ അല്ലേ. കമ്മ്യൂണിക്കേഷനിൽ വരാം, നമ്മുടെ സെൽഫ് ടോക്കിൽ വരാം, ഒക്കെ ഇത് പ്രതിഫലിച്ച് ഓരോരുത്തരിൽ നിൽക്കുന്നതാണല്ലോ. അപ്പം സാബു സാർ ഇപ്പോൾ പറഞ്ഞ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് പല കണ്ടിലും US കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് മൈഗ്രേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള ഒരു സ്ഥലമാണല്ലോ. എങ്കിൽ പോലും അവിടെ ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്ന് പോലും ഒരു വേർഡ് ഉപയോഗിക്കാറില്ല. നോക്കണം, ഇല്ലീഗൽ മൈഗ്രൻ്റ്, അതിന് പകരം പോസിബിൾ ഇമിഗ്രൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് സാധ്യതയുള്ള, അപ്പോൾ സംഭവം മാറി. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു സംസ്കാരമായിരിക്കാം ഒരു രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ
ഔദ്യോഗികപരമായിട്ട് ഉപയോഗിക്കുന്ന വലിയ കാര്യമാണ്. അപ്പം നമ്മളും അതിൽ നിന്നൊക്കെ വളരെയധികം പഠിക്കാനുണ്ടല്ലോ. ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ കേൾക്കുമ്പോൾ ആരെയും നമ്മൾ താഴ്ക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ പോലുള്ള മിക്സ്ഡ് സ്ട്രോക്കുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വലിയ കാര്യം. അപ്പോൾ അതൊരു നമ്മുടെയും കൂടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ മാറ്റാനായിട്ട് നമ്മളുടെ ശ്രമങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പലതരം ഈവൻ റിലേഷൻഷിപ്പിൽ ഇത് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്ത കാര്യം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ ഡൈവോഴ്സിൻ്റെ കാര്യം പറഞ്ഞു സാർ. അപ്പോൾ പരസ്പരം ഇങ്ങനെയുള്ള സ്ട്രോക്കുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു 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 ചെറിയൊരു പുറമോട്ട് നിന്നൊന്ന് ചിന്തിക്കണം അല്ലേ. പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈവൻ ഒരു റിലേഷൻഷിപ്പ് തകരുന്നത് പോലും ചിലപ്പോൾ ഒരു പറഞ്ഞ ഒരു വാക്കുകളിലെ വാക്കുകളായിരിക്കുമല്ലോ ജോസർ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രത്യേകിച്ചും ഇത് യുവാക്കൾക്ക് മാത്രമല്ല കൊടുക്കേണ്ടതെന്നാണ്, കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, പ്രായമുള്ളവർക്കാണ് ഇത് ഏറ്റവും സാറേ വേണ്ടതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരുടെയൊക്കെ എല്ലാവരുടെയും ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, നമ്മളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഒരു വാക്ക് തെറ്റിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഉണ്ടാക്കുന്ന മാങ്ങയുടെ കാര്യം പറഞ്ഞല്ലോ, കത്തിയുടെ കാര്യം പറഞ്ഞതിലൊക്കെ. അതുകൊണ്ട് സാറിൻ്റെ ഈ ക്ലാസ്സുകൾ എനിക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ കേൾക്കാത്ത കുറേ പ്രയോഗങ്ങളും വാക്കുകളും ഒക്കെയാണ് ഇന്ന് ഈ സന്ധ്യയ്ക്ക് കേട്ടത്. ഈ സാർ ഡിവൈൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ സ്ട്രോക്കിൽ സാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയാണോ ജോർജ് സാറേ? ഡിവൈൻ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ദൈവവിശ്വാസിക്ക് അവൻ വിശ്വസിക്കുന്ന ആരാധനാലയത്തിൽ നിന്ന്, അവന്റെ ദൈവത്തിൽ നിന്ന്, അവൻ വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവനത് ലഭിക്കും. അവന് മാത്രമേ അത് കിട്ടൂ. അത് വിശ്വാസിക്ക് മാത്രമുള്ളതാണ്. അതെ. അപ്പോൾ ഞാൻ കറക്റ്റാ സാർ, എഗ്രീഡ്, യെസ്. അപ്പം ഞാൻ ഈയിടെ എനിക്കറിയാവുന്ന ഒരു കേസിൽ, എറണാകുളത്ത് തന്നെ ഒരു കേസിൽ നിന്ന് ഒരു എന്താണ് ഇങ്ങനത്തെ സമൂഹത്തിലെ ഒരു പുരോഹിത സ്ഥാനത്തു നിന്നു പറഞ്ഞ് പുരോഹിതൻ പറഞ്ഞ ഒരു വാക്ക് കേട്ടൊരു പയ്യൻ ഇത് ചെയ്തിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. പുരോഹിതനാണ് പറഞ്ഞത്. കുറച്ചു കാലം മുന്നേ എറണാകുളത്ത് തന്നെ നടന്ന കാര്യം. എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. അപ്പോൾ അത് സമൂഹത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ ഈ വിധത്തിലുള്ള എന്താണ് അനാചാരങ്ങളും നമ്മളൊക്കെ ഇപ്പോൾ പത്രത്തിൽ കൂടെയൊക്കെ ആണെങ്കിലും കേൾക്കുന്നുണ്ട്. മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാടില്ലേ സാറേ ശരിക്കും പറഞ്ഞാൽ. അപ്പം അതൊന്നും മാറ്റപ്പെടുന്നില്ല ഇപ്പോഴും, സമൂഹത്തിൽ തന്നെ മാറ്റപ്പെടുന്നില്ല. ഞാൻ ആരെയും പ്രത്യേകിച്ചൊരു ഇതായിട്ട് പറഞ്ഞല്ല, എങ്കിലും സാർ അത് ആ ഒരു ഡിവൈൻ സ്ട്രോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ, എനിക്കറിയാവുന്ന ഒരു കാര്യം കൊണ്ടാണ്. ഹി വാസ് ഓൺലി 18 years ഓൾഡ് ബോയ്. ഹി കമ്മിറ്റഡ് സൂയിസൈഡ് ഫ്രം എ സൺഡേ സ്കൂൾ, റൈറ്റ്? അപ്പോൾ യെസ്, അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം അതുമൊക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന അത് പലരും അറിയണം ശരിക്കും പറയും. അതെല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന ആൾ ദൈവങ്ങളൊക്കെ പറയുന്നത് അപ്പാടെ വിഴുങ്ങിയിട്ട് അതിൻ്റെ പുറകെ പോകുന്നവരാണ്. പക്ഷെ അതിനകത്തും തന്നെ വലിയൊരു പോയിസണാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. ആ സ്ട്രോക്ക് ഉപയോഗിക്കുന്ന രീതിയാണത്. ആ സ്ട്രോക്ക് ഉപയോഗിച്ച് അതിൻ്റെ അകത്തുനിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ അവിടെ സ്ട്രോക്കാണ്, പക്ഷെ അവിടെ നെഗറ്റീവ് ഇഫക്റ്റ് ആണ് അതിന് വരുന്നതെന്ന് മാത്രം. യെസ് സർ. അത് ആളുകൾ ആത്മീയ മനസ്സിലാക്കാതെ ആചാര്യന്മാരെന്ന് പറയുന്നവരെല്ലാവരും ആത്മീയത തരുന്നവരല്ല. അവിടെ ആത്മീയത പ്രതീക്ഷിക്കുന്നത് നമ്മളെ പ്ലാസ്റ്റിക് സ്ട്രോക്കിൽ പെടുന്നതുകൊണ്ടാണ്. അതുപോലെ ദിവ്യന്മാരെന്ന് പറയുന്നവരെല്ലാവരും ദിവ്യന്മാരല്ല. അവർക്ക് പരിവേഷങ്ങളൊന്നുമില്ലാത്ത വളരെ സാധാരണക്കാരൻ പോലും ആ ദിവ്യത്വമുള്ളവരാണ്. ആ ഡിവൈൻ ഗ്രേസ് അറിയാൻ പറ്റുന്നവൻ അവൻ്റെ അടുക്ക് പോയിരിക്കും. ഒരുപക്ഷെ സാറിൻ്റെ നിത്യം കാണുന്ന ഏറെ പരിഗണിക്കപ്പെടാത്ത വ്യക്തിയിൽ ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് അനുഭവപ്പെടുന്ന ദിവസം മുതൽ സാർ അയാളോട് കൂടുതൽ പറ്റിച്ചേർന്നിരിക്കും, കൂടുതൽ സമയം അവരുടെ കൂടെ ഇരിക്കും, കൂടുതൽ സംസാരിക്കും, ഒരുപക്ഷെ മറ്റാരോടും പങ്കുവയ്ക്കാത്ത രഹസ്യങ്ങൾ പങ്കുവയ്ക്കും. അവിടെയാണ് ആ ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കാൻ മാത്രമുള്ള ആ ശാന്തതയും സ്വച്ഛതയും ഒരു എന്താ പറയണേ, വലിയ ചൂട് വെയിലത്ത് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഒരു പച്ചില മരത്തിൻ്റെ വലിയൊരു മരത്തിൻ്റെ ചോട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുളിർമ, ആ ഒരു സുഖാനുഭവം നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ വിലയിരുത്തിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. അതിൽ വിശ്വാസമുള്ളവർക്കേ ആ സ്ട്രോക്ക് കിട്ടുള്ളൂ. വിശ്വാസമില്ലാത്തവർക്കില്ല. നമുക്കറിയാം അത് ചില തട്ടിപ്പുണ്ടെന്ന്, അത് നമ്മൾ വിശ്വസിക്കണില്ല. തട്ടിപ്പുണ്ടാവാതിരിക്കാം, പക്ഷെ ആ വിശ്വസിക്കുന്ന ആള് നമ്മൾ എത്ര പറഞ്ഞാലും എന്തൊക്കെ ഉദാഹരണങ്ങൾ കാണിച്ചാലും തെളിവ് കാണിച്ചാലും ഹി വോണ്ട് ബിലീവ്. ഹി ഹാസ് ഗോട്ട് ദാറ്റ് മച്ച്. അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാണ്. അപ്പൊ അയാൾക്ക് ആ കുളിർമ കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ആ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടുന്നുണ്ട്. നമുക്കത് നിരാകരിക്കാൻ പറ്റില്ലല്ലോ.
യെസ് സാർ, കറക്റ്റാണ്. യെസ് യെസ്, അതുകൊണ്ടാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത് ഈ പറഞ്ഞുള്ള സ്ഥാനത്തുനിന്നാണെങ്കിലും ആരാധനാലയങ്ങളിൽ കൂടെ ആണെങ്കിലും ഉണ്ടാക്കുന്ന വിപത്തിനെ ഞാനൊന്ന് എനിക്ക് അറിയാവുന്ന ഒരു കേസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒത്തിരി ഉണ്ട് പറയുന്നത്. സാറേ, അപ്പോൾ ഒത്തിരി ഉണ്ട്. അവിടെ പ്ലാസ്റ്റിക് സ്ട്രോക്കിലാണ് പെട്ടുപോകുന്നത്. യെസ് യെസ് യെസ്, എല്ലായിടത്തും ദിവ്യത്വം ഉണ്ടെന്നും നമ്മൾ ഒരിക്കലും ലേബൽ ചെയ്തിട്ടില്ല. കറക്റ്റ്. യെസ് യെസ്. എന്തായാലും ഇന്നത്തെ ടി എയെ കുറിച്ചുള്ള സാറിൻ്റെ ഈ വ്യത്യസ്ത രീതിയിലുള്ള ക്ലാസ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ അർത്ഥതലങ്ങളും സമൂഹത്തിൽ ഇന്ന് നിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണെന്നും അപ്പോൾ അതിനുള്ള ഒരു അവയർനെസ് സൃഷ്ടിക്കാമെന്നുള്ളത് 100% ഇറ്റ്സ് എ ബെസ്റ്റ് ടൂൾ എന്നാണ് ഞാൻ കരുതുന്നത് സാർ. ജോർജ് സാർ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. വിൻസെന്റ് സാർ പറയും. സാർ, ആദ്യം ജോർജ് സാറിന്റെ തന്നെ ആ സ്റ്റൈലില് ഞാൻ പറയാണ്, ജോർജ് സാറേ കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി ക്ലാസ്. ഇതെപ്പോഴും ഈ പോസിറ്റീവ് സ്ട്രോക്ക് മനോജ് സാർ പറഞ്ഞ പോലെ പോസിറ്റീവ് സ്ട്രോക്ക് എപ്പോഴും ജോർജ് സാർ കൊടുക്കാറുണ്ട്, ഏത് വിഷയത്തിൽ ആര് സംസാരിച്ചാലും. ഇത് മാത്രമല്ല, ഞാൻ ജോർജ് സാറിന്റെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എനിക്ക് അറിയൂല അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. കാരണം സംസാരം ഞാൻ പലപ്പോഴും ഇവിടെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഭാഷ, സ്ഫുടമായ ഭാഷ, ക്ലിയർ ആയിട്ടുള്ള ശബ്ദത്തിൽ ആണ് സാധാരണ റിമാർക്സ് പറയാറുള്ളത്, ഫീഡ്ബാക്ക് പറയാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ആ പറയുന്നത് നിർത്തി മനസ്സിലാവുന്ന ഭാഷയിൽ, വളരെ സ്ഫുടമായ ഭാഷയിൽ, വളരെ ക്ലിയർ ആയിട്ട് നല്ല ശബ്ദത്തിൽ പറഞ്ഞു. ഈ സ്ട്രോക്ക് എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം സത്യം വിചാരിച്ചത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രോക്ക് ഉണ്ടല്ലോ, സത്യമാണ് സംസാരം. ഞാൻ അതാ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് അതിനെ പറ്റിയിട്ടായിരിക്കും സംസാരം. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത്. തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. ഇറ്റ്സ് എ ഗുഡ് തിങ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്, വളരെ ഇഷ്ടമായി, വളരെ നല്ലപോലെ പറഞ്ഞു, നല്ലപോലെ മനസ്സിലാക്കി. ട്രാൻസ്ലേഷൻ അനാലിസിസ് സാബു സാറിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്, എങ്കിലും സാർ ഇത് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് ഓരോരോ ഘട്ടങ്ങൾ പറഞ്ഞ സമയത്ത് അത് നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ ആ നെഗറ്റീവ് സ്ട്രോക്ക് കിട്ടിയിട്ടുള്ളതും പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ സ്വയം ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ശരിയാണ്. ഇപ്പൊ എന്താണ്, നെഗറ്റീവ് സ്ട്രോക്ക് കിട്ടിയാലും അത് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടി. നമുക്കതാ വേണ്ടത്. നമ്മൾ കേട്ട് തവണ നമുക്ക് അറിയാം, നമ്മൾ ഒരാൾ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ തന്നെ അതിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണത് എന്നുള്ളൊരു ചെറിയൊരു കിട്ടിയിട്ടുണ്ട്. എനിവേ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിട്ട്. ടോമി സാർ കൂടെ പറയും. യെസ് സാർ, ഗുഡ് ഈവനിങ്. ജോർജ്, ഞാനും ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ സാബു സാറിന്റെ ക്ലാസ് എന്താണെന്ന് നോക്കാൻ വേണ്ടി തുറന്നു നോക്കാറുണ്ട്. ഇന്നങ്ങനെ തുറന്നു നോക്കിയിട്ട് പോകാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് ജോർജ് സാറിന്റെ തകർപ്പൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആരുടെ ക്ലാസ്സിൽ, നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ പോലും എല്ലാവരോടും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്ന ജോർജ് സാറ് ഇത്രയും സുന്ദരമായി ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം എന്തായാലും ജീവിതത്തിന് എപ്പോഴും നമുക്ക് കൂടുതൽ ആവശ്യമുള്ള, നമ്മളെപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതൊരു നല്ല വേണ്ട രൂപത്തിലൊരു ഓർമ്മപ്പെടുത്തലായി സാറിൻ്റെ ഈ ക്ലാസ്. അപ്പോൾ അത് നമ്മളെപ്പോഴും ആ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാനായിട്ട് നമ്മൾ കൂടുതൽ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ബോധനമായി. കൺഗ്രാറ്റ്സ് സാർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. താങ്ക് യു സാർ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ 52ഓളം ക്ലാസ്സുകൾ ടിയുടെ എടുത്തിട്ടുണ്ട്. ഒരിടയ്ക്ക് ടിയ തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ നിർത്തി. ഇനി നമ്മൾ ജോർജ് സാറിലൂടെ ഇത് തുടങ്ങും. ഓക്കെ, റോയ് സാറും കൂടെ പറഞ്ഞിട്ട് ജോർജ് സാറിലേക്ക് വരാം. അതെ, ഈ ട്രാൻസാക്ഷണൽ അനലൈസ് ഞാൻ പഠിച്ചത് ഈ ഫ്ലോറിൽ നിന്നുമാണ്, അതും സാബു സാറിൽ നിന്നുമാണ്. പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ട് ശരിക്കും പഠിക്കാൻ പറ്റിയ ഒരു അവസരവും ഈ വേദിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നോടെ മറന്നു കിടക്കുകയായിരുന്നു. മറന്നു കിടക്കുമെന്ന് പറഞ്ഞാൽ അതിനെ ഓർത്തെടുക്കാനും അത് വളരെ ഭംഗിയായി ഒന്നോടെ ചിന്തിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കിയ ഒരു ക്ലാസ് ആയിരുന്നു ജോർജ് സാറിൻ്റെ. ഈ സ്ട്രോക്കുകളുടെ കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞതിൽ ഒരു ഇന്റേണൽ സ്ട്രോക്കും ഫിൽറ്ററിങ് സ്ട്രോക്കും ഒക്കെ കേട്ടിട്ടുണ്ട് നേരത്തെ. ഇതിൻ്റെ അതൊക്കെ ഈ സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് കണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സ്ട്രോക്ക് ഫിൽറ്ററിങ് എന്ന് പറയുന്നത്, ഈ സ്ട്രോക്ക് നമുക്ക് കിട്ടുമ്പോൾ അത് നിരസ്കരിക്കുന്ന അരുത്, അതായത് സ്വീകരിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ സ്ട്രോക്കിന്റെ. അതുപോലെ തന്നെ ഈ പറഞ്ഞോളെ ഇന്റേണൽ സ്ട്രോക്ക്, കഴിഞ്ഞ കാല അനുഭവത്തിൽ നിന്നോട് നമുക്ക് കിട്ടിയേക്കുന്ന സ്ട്രോക്കിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. ഏതായാലും നമ്മൾ ഈ വ്യക്തികൾ തമ്മിൽ ഇടപെടുമ്പോൾ ഈ വൈകാരികമായ നിലപാടുകൾ അറിഞ്ഞ് പെരുമാറാൻ ഈ സ്ട്രോക്ക് വളരെ ഉപകരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് മനസ്സിലാക്കിയിരുന്നാൽ ഇത് തന്നെ ആയിരിക്കാം ഈ എറിക് ബേണിന് പറ്റിയത്. കാരണം
ഇതെല്ലാം മനസ്സിലാക്കി ഇരുന്നാല് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. എനിവേ, വളരെ ഭംഗിയായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി എക്സാമ്പിൾ സഹിതം സാർ പ്രസന്റ് ചെയ്തു. വളരെയധികം അഭിനന്ദനങ്ങൾ. ഓക്കെ സാർ. താങ്ക് യു സർ. അത് തന്നെയാണ് ടിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മളിലുള്ള ചേഞ്ചാണ്. നമ്മളെങ്ങനെ മാറുന്നു, നമ്മൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ മാറും. അപ്പം അത് പലപ്പോഴും ചുറ്റുപാടുകൾ മാറുമോ എന്നുള്ളതാണ് പ്രശ്നം. അത് ബുദ്ധിമുട്ടാവും. അതിൽ ആ മാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ വരാം. ഓക്കെ റോയ് സാർ, താങ്ക് യു. ജോർജ് സാർ വരും. ജോർജ് സാറിന്റെ തന്നെ ഒരു വാക്ക് കടമെടുത്തോണ്ട് ഞാൻ തുടങ്ങട്ടെ. സാറേ, പറയാതെ വയ്യ. ഈ ക്ലാസ്സിലൂടെ എനിക്ക് സാറിനെ കുറിച്ച് പിടികിട്ടിയത്, സാർ ഒരു പക്ഷെ ഔദ്യോഗിക ജീവിതത്തിൽ ഓഫീസ് ഡ്യൂട്ടി ആയിരിക്കാം ചെയ്തത്. പക്ഷേ ഒരു അധ്യാപകനായിരുന്നെങ്കിൽ, ഒരു പ്രഭാഷകനായിരുന്നെങ്കിൽ വളരെ മികച്ച ഒരാളായി, പ്രഭാഷകനായോ ടീച്ചറായോ മാറുമായിരുന്നു എന്നുള്ളത് നിസ്തർക്കമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഒരുപക്ഷെ റോയ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എറിക് ബേണിനും പിഴച്ചതാണോ എന്താണോ സംഭവിച്ചത്, ഏതായാലും ഈ എൻവയറമെന്റും കൂടി കുറെയൊക്കെ, ഏറെക്കുറെയെങ്കിലും, മുഴുവൻ അല്ലെങ്കിൽ 100% അല്ലെങ്കിലും ഏറെക്കുറെയെങ്കിലും, അല്ലെങ്കിൽ ഇവൻ ക്ഷമിച്ച് ഇവന്റെ ഊപ്പാട് വരും. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഏറ്റവും റീസെന്റ് നിങ്ങളുമൊക്കെ ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന എങ്ങനെ എഫക്റ്റീവായിട്ട് ഭാര്യാഭർത്തൃ ജീവിതം സമ്പന്നമാക്കാമെന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ട് നടന്ന ആളുകൾ അടിച്ചു പിരിഞ്ഞതിന്റെയും ആക്രമണം നടത്തിയതിന്റെയൊക്കെ കഥകൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്. വാസ്തവത്തില് ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. കാരണം നമുക്ക് ഒരിക്കലും അത് അവരിൽ നിന്ന് അങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഉണ്ടാകുമെന്ന്, ഇനി എന്തെങ്കിലും അസാരങ്ങൾ ഉണ്ടായാൽ പോലും ഇത്തരത്തിലൊന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ സ്ട്രോക്കൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഒപ്പം ഇതെല്ലാം സാറ് തന്നെ ഇടയ്ക്കൊരു ഡിവൈൻ എന്ന പദം പ്രയോഗിച്ചു. ഇതിന് പല രീതിയിൽ പലരും വേണമെങ്കിൽ പറയാം. ഭാഗ്യമെന്നോ ഇല്ലെങ്കിൽ ദൈവാനുഗ്രഹമെന്നോ എന്തൊക്കെയും പറഞ്ഞാലും കുഴപ്പമില്ല. ഏതായാലും കൊള്ളാം. പഠനം നല്ലതാണ്. പഠനത്തോടൊപ്പം മറ്റു ചില അനുഗ്രഹങ്ങൾ കൂടി നമുക്ക് കിട്ടണം. അത് നമ്മള് ഇങ്ങനെ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾക്ക് ചെയ്യണമെന്ന ഗോൾഡൻ ലോ ഉണ്ടല്ലോ, അതിലേക്ക് ഈ പഠനം നമുക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പറയാതെ വയ്യ സാറിന്റെ ഈ അവതരണം ഏറെ ഗംഭീരമായിരുന്നു. ക്ലാസ്സുകളുമായിട്ട് വരിക. ഞാനും പലരും പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് കേട്ടിട്ടുള്ളത്. ക്ലാസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ നേരിട്ട് ക്ലാസ് കേട്ടത് ആദ്യമായിട്ടാണ്. എല്ലാ ഭാവങ്ങളും. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരുള്ള? മാത്യൂസ്, കുഞ്ഞോയ് മാസ്റ്റർ ഉണ്ട്, ഓമന മാം ഉണ്ട്, ജോർജ് സാർ ഉണ്ട്, മാക്സിസ് സാർ. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമെങ്കിൽ പറയൂ. താങ്ക് യു സാബു സാർ. പറയും. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക, അവരെ ഉത്സാഹഭരിതരാക്കുക, മുന്നോട്ട് നയിക്കുക, ഇതിനാണല്ലോ സ്ട്രോക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ നേരത്തെ ബ്രെയിൻ സ്ട്രോക്ക് എന്നായിരുന്നു ഇതോട് ഉദ്ദേശിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ ജോർജ് സാറിന്റെ വിശദീകരണം കേട്ടപ്പോഴാണ് ഇതിനെ പറ്റി ശരിയായി മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് നെഗറ്റീവ് സ്ട്രോക്ക് പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. സാധാരണ സംസാരത്തിനിടയിലൊക്കെ നിർദോഷമായിട്ടുള്ള ചില വാക്കുകളൊക്കെ വന്നു പോകും മനുഷ്യൻ്റെ അടുത്ത്. അപ്പോഴും നമുക്ക് അത് ചുണ്ടി വരാതെ സമനില തെറ്റാത്ത രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടായാൽ അത് നെഗറ്റീവ് പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ ജാക്ലിൻ കെന്നഡിന്റെ ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. അമേരിക്കൻ പ്രഥമ വനിത ജാക്ലിൻ റഷ്യ സന്ദർശിച്ചപ്പോൾ 1962 ക്രൂസ്ചേവ് ഒന്നിച്ചിരുന്ന് ചായ സൽക്കാരത്തിനിടയിൽ ക്രൂസ്ചേവ് പറഞ്ഞു,
മാഡത്തിന്റെ കോട്ട് തിരക്കടില്ലല്ലോ എന്നുള്ള ഒരു പ്രതികരണം ക്രൂസേവിന്റെ ഭാഗത്ത് വന്നപ്പോൾ ജാക്ലിൻ അവിടെ നിന്ന് ചുണ്ടി പിടിച്ച് ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു സംഭവം, ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചരിത്ര സംഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ചില നിസ്സാര വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ഒരു വിഷമുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളുണ്ട്. അങ്ങനെ കേൾക്കുമ്പോഴും അത് നമുക്ക് പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ, അതൊക്കെ തമാശ രൂപത്തിലാക്കി മാറ്റിയെടുത്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ ഈ സ്ട്രോക്ക് എല്ലാ മേഖലയിലും ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് പറയാനും അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയണം. അങ്ങനെയുള്ള വലിയൊരു ക്ലാസ് ആയിരുന്നു ജോർജ് സാർ അവതരിപ്പിച്ചത്. വളരെ നന്ദി സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരുള്ള ഓമന ഞാൻ ടീച്ചറുണ്ട്. ശനിയാഴ്ച കയറാറില്ലായിരുന്നു, പക്ഷെ ജോർജ് സാറിന്റെ ക്ലാസ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ഇതുവരെ ജോർജ് സാറിന്റെ ക്ലാസ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ എങ്ങനെ കയറാതിരിക്കുക? പിന്നെ സാറിന്റെ ആ കൈയെടുത്ത് പൊക്കി പിടിച്ചുള്ള ആ സ്ട്രോക്ക് ഉണ്ടല്ലോ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ, അങ്ങനെ എന്നും ഇവിടെ പലരും അത് അഭിനയിക്കാൻ നോക്കി, പക്ഷേ സാറ് പറയുന്ന പോലെ ആകിയല്ല ആര് പറഞ്ഞാലും. അപ്പോൾ സാറിന് പറ്റിയൊരു സബ്ജക്റ്റ് തന്നെയാണ് സ്ട്രോക്ക്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. സാറ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പാർട്ട് തന്നെയാണ് സാർ ക്ലാസ് ആയിട്ട് എടുത്തത് അല്ലേ? അതെ അതെ. തീർച്ചയായിട്ടും. ജോസഫ് സാർ. സാർ അതെ, പറഞ്ഞോ. അല്ല, സാറ് പറയുന്ന പോലെ ആ കൈയെടുത്ത് സാറിന്റെ, ഞാനിപ്പോ ഇവിടെ ഇരുന്നോണ്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ പറയും, സാർ ആ കൈ പൊക്കി പറഞ്ഞാലേ അതിന്റെ ഒരു ശരിയാവുള്ളൂ, അത് വേറെ ആർക്കും പറഞ്ഞാൽ അത്രേ ആകിയല്ല. താങ്ക് യു സർ. അതെ, ഞാനും ഇപ്പോ വീട്ടിലേക്ക് വന്ന് കയറി ഉടനെ ഒന്ന് നോക്കിയതാണ്. അപ്പോഴാണ് ജോർജ് സാറിന്റെ പടം കണ്ടത്. ഞാൻ ഓടിക്കയറി അപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞു. എങ്കിലും നമുക്ക് അറിയാം എന്തായിരിക്കും ജോർജ് സാർ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. ഈ സ്ട്രോക്കിനെ കുറിച്ച്, എസ്പെഷ്യലി പോസിറ്റീവ് സ്ട്രോക്കിനെ കുറിച്ച് പറയാൻ എന്തുകൊണ്ടും അർഹതയുള്ള ആളാണ് ജോർജ് സാർ. കാരണം അത് പറയുന്നത്, അദ്ദേഹം പ്രവൃത്തിയിൽ വരുത്തുന്നത് നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്, കാണുകയല്ല അനുഭവിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ എത്രയോ സ്ട്രോക്കുകൾ അദ്ദേഹം തന്നിരിക്കുന്നു. കൗൺസിലിംഗ് രംഗത്ത് ഒത്തിരി അനുഭവ സമ്പത്തുള്ള ജോർജ് സാറിന്റെ ക്ലാസ് ഗംഭീരമായിരുന്നിരിക്കണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. സ്ട്രോക്കിനെ കുറിച്ച് നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചെറുപ്പകാലത്തൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്ന സ്ട്രോക്ക്, പോസിറ്റീവ് സ്ട്രോക്ക്, എത്രമാത്രം മാറ്റമാണ് അവരുടെ പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്ക് ആണെങ്കിൽ ചിലപ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് തോന്നിയേക്കായി, പക്ഷെ അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് നമ്മൾ പല വ്യക്തികളുടെയും മഹാന്മാരുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മുടെ സാറ് പറഞ്ഞ നമ്മുടെ ബോബൻ കോക്കപ്പഴ സാറിന്റെ ക്ലാസ്സിൽ അതിന് ഉദാഹരണങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്ട്രോക്സിന്റെ പ്രാധാന്യം വളരെ വലുതാണ് സമൂഹത്തിൽ. ഇപ്പോൾ സ്ട്രോക്സ് കൊടുക്കാൻ, പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കാൻ ജനങ്ങൾ മടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് പൊതുവിൽ കാണുന്നത്. നെഗറ്റീവ് സ്ട്രോക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് സ്ട്രോക്കുകളുടെ ബഹളമാണ്. അങ്ങനെ ചുരുക്കം പോസിറ്റീവ് സ്ട്രോക്ക് വന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രോക്സിന്റെ കുറവ് സമൂഹത്തിൽ പ്രതിഫലിക്കുന്ന ഈ കാലത്ത് സാറിന്റെ ക്ലാസ് വളരെ പ്രസക്തമാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തട്ടെ എന്ന്, ഈ ഒരു നല്ല സന്ദേശം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു ജോർജ് സാർ. റെക്കോർഡ് കേട്ടോളാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആരെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജോർജ് സാർ അവസാനമായി നമുക്കും കൂടെ ഒരു സ്ട്രോക്ക് തരും. മറ്റാരും ഇല്ല അല്ലേ? താങ്ക് യു സാർ. സാറേ, 2022 ജൂലൈ 1-ാം തീയതി എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്റർ മൈത്രി എന്ന് പറയുന്ന സ്ഥാപനം കളമശ്ശേരിയിലുണ്ട്, അവിടേക്ക് ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ കാക്കനാട് വെച്ച് എനിക്ക് ഈ ഫ്രാക്ചർ ഉണ്ടായി, ആക്സിഡൻ്റ് ഉണ്ടായി. ജൂലൈ 1 നല്ല മഴ പെയ്ത് കിടക്കുന്ന കാലം. റോഡിൻ്റെ സൈഡിലേക്ക് ഒരു വണ്ടി വന്ന് തന്നെ തട്ടും എന്ന് കരുതി ഞാൻ ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ ആ സ്ലിപ്പ് ചെയ്യുന്ന ഏരിയ പായൽ പിടിച്ച് കിടക്കുന്ന എടുത്തിട്ട് വണ്ടി കയറി മറിഞ്ഞു, നിന്നും പറഞ്ഞു അവിടെ തന്നെ. ആ കാലിന് പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. പിന്നെ 23 ജാനുവരിയിൽ ആൻജിയോപ്ലാസ്റ്റി, 23 ജൂലൈയിൽ ബൈപ്പാസ്,
അങ്ങനെ 22 ജൂലൈക്ക് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു റോള് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ അല്ലാതെ ആരോടാ ഞാനത് പറയുക? അപ്പം ഇപ്പോഴാണ് എൻ്റെ മനസ്സിനടങ്ങാത്ത ആഗ്രഹം ഇങ്ങനെ കിടന്നു. അത് സാറുമായിട്ട് പങ്കുവെച്ച് അങ്ങനെയാണ് ഞാൻ ഇന്നൊന്ന് തുടങ്ങാൻ തുടങ്ങിയത്. ഇത്രയേ ഉള്ളൂ. ഇതിനു മുമ്പ് ജോഷി സാർ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകനാകാൻ ഞാൻ അങ്ങേറ്റം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു നിലയിലേക്കൊന്നും വിടാനായിട്ട് വീട്ടിൽ സാഹചര്യമില്ല. പഠിച്ച നമസ്കാരം ചൊല്ലി ഉള്ള അത്താഴം ഉണ്ടെച്ച് ഇവിടെ കിടക്കാൻ പറയുന്ന ആ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ് എൻ്റെ ഒരു കർഷക കുടുംബം എന്നുള്ള വിധത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ ബ്രദർ ITIക്ക് പോയിട്ടുണ്ട്. ആകെ കൂടി നമ്മുടെ അറിവിലുള്ള ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസവും സാധ്യമാവുന്ന വഴി എന്നുള്ള വിധത്തിൽ എന്നെ ITIക്ക് വിട്ടു. അവിടെയൊക്കെ പോകുമ്പോഴും ഒരു അധ്യാപകനാകാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. ഓരോ അധ്യാപകരെ കാണുമ്പോഴും കൊതിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ജോലി കിട്ടാൻ വേണ്ടി 8 വർഷം സാറേ, 74 മുതൽ 82 വരെ ഈ പ്രദേശങ്ങളിലുള്ള ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ മുതൽ ഏറ്റവും ചെറിയ സ്ഥാപനങ്ങളുടെ വരെ ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഒരു പണി, എന്ത് പണി വേണേലും ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു പണിയും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഒരു കാലഘട്ടം ഒരു 10-200 ആപ്ലിക്കേഷനെങ്കിലും എൻ്റെ കൈവശം എൻ്റെ പെട്ടിയിലുണ്ടായിരുന്നു. ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഓർത്ത് ഒരു അയവിറക്കുമ്പോൾ ഒരു വേദനയുടെ സുഖമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി പോകുന്നു. ഇനി കേരളത്തിൽ വർക്കില്ല. 2 വർഷത്തോളം അവരുടെ കൂടെ വന്നു. ഇനി കേരളത്തിൽ വർക്കില്ല. ഗഡക്ക് എന്ന് പറയുമ്പോൾ മംഗലാപുരത്തുനിന്ന് അന്ന് 80 മംഗലാപുരത്തു നിന്ന് ഇറങ്ങി 36 മണിക്കൂർ മറ്റേ ബസ്സിൽ പോകണം. മംഗലാപുരം വരെ ട്രെയിൻ, അവിടുന്ന് 36 മണിക്കൂർ ബസ്സിൽ പോകണം. ഒരു പേര് മറന്നുപോയി. അയാളുടെ ഒരു വലിയ ഒരു പ്രദേശം അയാളുടെയാണ്. എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ആർട്സ് കോളേജുണ്ട്, കുറേ ഫാക്ടറികളുണ്ട്. അതിനകത്തൊരു സ്പിന്നിങ് മില്ല് തുടങ്ങും. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിന് പോകണമെന്ന് പറഞ്ഞാൽ പോയി. ഞാൻ പോകാൻ വേണ്ടി ഇവിടുന്ന് പോയി. എനിക്ക് മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാൻ സോറി കേട്ടോ, 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിക്കോളാം. മലപ്പുറത്ത് എൻ്റെ അന്നത്തെ സൈറ്റിൽ നിന്ന് മലപ്പുറം കോഓപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. അവിടെ നിന്ന് ടൂൾസൊക്കെ എടുത്ത് പോകാൻ റെഡിയായി വീട്ടിൽ വന്ന് യാത്ര പറഞ്ഞ് പോയി. ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്ക് പോസ്റ്റ്മാൻ കൊണ്ടുവന്നൊരു കത്ത് കൊടുത്തെന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടൻ എൻ്റെ പിറകെ വരിക. അന്ന് ഫോൺ സംവിധാനങ്ങൾ എത്രയൊന്നും ഇല്ലല്ലോ. പിറ്റേന്ന് പുലർച്ചെ ഞാൻ പോകാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കമ്പനി പറഞ്ഞു, കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ പോകാം, നീ പോകുന്നില്ല, ഞാൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. ഇവിടെ വന്നപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എല്ലാണല്ലോ ഒരു കാർഡ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ നാട്ടിലൊരു പണിക്ക് വിളിച്ചാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വിളിച്ചാൽ പോകുമെന്ന് അറിയാൻ വിളിച്ചതാണ്. എംപ്ലോയ്മെൻറ്റ് ഓഫീസർ പറഞ്ഞേക്കുന്നത് ഒരു പണി നിങ്ങൾക്ക് കിട്ടിയാൽ പോരുമോ, നിങ്ങൾ വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. എനിക്കിത് വലിയ വേദന തോന്നി. ഞാൻ പറഞ്ഞു, എവിടെ കിട്ടിയാലും എന്ത് ജോലി ആയാലും ഞാൻ പോകാം. അങ്ങനെ കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നേവൽ ബേസിൽ നിന്ന് ഒരു കോൾ ലെറ്റർ വരുന്നത്. അവിടെ ചെന്ന് റിട്ടൺ ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, പിന്നെ ഓറൽ ഇൻ്റർവ്യൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ തുറന്നു പറയുക, ഞാൻ അവിടേക്ക് പോകുന്നത് അതിഭീകര വേഷത്തിലാണ്. എന്ന് പറഞ്ഞാൽ ജടയും നരയൊന്നല്ലേലും താടി മീശയൊന്നും പഠിക്കാതെ വളരെ ഒരു ഭീകരൻ്റെ ലുക്ക് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പലതും അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാനൊരു ഭീകരനാകാത്തത് എൻ്റെ പൂർവികരുടെ പുണ്യം കൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മലപ്പുറത്ത് ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി നിൽക്കുമ്പോൾ ഒരു തമിഴന്മാർ അവിടെ സ്റ്റീലിംഗ് വർക്കിന് വേണ്ടി ഒരുത്തം വന്നതിൻ്റെ പിറ്റേ ദിവസം അവൻ വലിച്ചപ്പോൾ അവൻ വന്ന് വലിച്ചിരുന്നു ഞങ്ങൾക്ക് ആയ ദിവസം. അപ്പോൾ അവനോട് ചെയ്തന്നെ, അവന് കഞ്ചാവ് വലിച്ചെന്ന്. അതിങ്ങനെ ഇവൻ വന്നതിൻ്റെ പിറ്റേ ദിവസം കഞ്ചാവ് അവന് കിട്ടി. അവൻ പറഞ്ഞു അത് മലപ്പുറത്ത് കിട്ടും, അത് കുന്നമ്മൽ കിട്ടും. അപ്പോൾ നമ്മളവിടെ ഒരു കൊല്ലമായിട്ട് നമ്മൾ ഈ കഞ്ചാവ് കണ്ടിട്ടില്ല, അവിടെ ആരും കൊണ്ടുവന്നില്ല. അവന് കിട്ടി ഈ കഞ്ചാവ്. ഞാൻ ഇടുക്കി പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ ലോഡ്ജിൽ ഒരുത്തം കൊണ്ടെന്ന് പറയും, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ കഞ്ചാവ് കിട്ടില്ല, അത്ര സുന്ദരമായ കഞ്ചാവാണ് ഇത്, ഫസ്റ്റ് ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞ് കാമാക്ഷി എന്ന് പറയുന്നിടത്തുനിന്ന് ജർമ്മൻകാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഒരു പിടുത്തം കഞ്ചാവ് എൻ്റെ കയ്യിൽ തന്നു. അവൻ പറഞ്ഞ് ഇത് ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിച്ച 1 കിലോയ്ക്ക് 2000 രൂപ കിട്ടും 80-ൽ. ഞാൻ അതൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് സാർ. ഈ ലോകത്ത് ജീവിക്കാൻ ഒരു വഴിയുമില്ലെങ്കിൽ ഏത് വഴിയും നേടും, അതാണ് സത്യം. ഭീകരന്മാരൊക്കെ ഒരുപക്ഷെ സൃഷ്ടിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ പല വ്യവസ്ഥിതികളാണ്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ
ഒരു നേവൽ ഓഫീസർ എന്നോട് ചോദിച്ചു, താൻ എന്താടോ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഒരു ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, സാറേ ഞാനിത് തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. അവിടെ നോക്കിയാൽ നേരെ ഷിപ്പ്യാർഡ് കാണാം. ഞാൻ അവിടെ 1:10 എന്ന റേഷ്യോയിൽ ഇൻ്റർവ്യൂ, പ്രാക്ടിക്കൽ, റിട്ടേൺ ടെസ്റ്റ് ഇതിങ്ങനെ എത്ര പ്രാവശ്യം നടത്തി. കേരളത്തെ മുഴുവൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വിളിച്ച് എല്ലാ സ്കൂളിലും നടത്തും. ഇങ്ങനെയൊക്കെ നടന്നെങ്കിലും ഇതിൻ്റെ കഥയാണ്, അങ്ങനെ പോകും. അപ്പോൾ ഇതൊന്നും എവിടെയും കിട്ടില്ല സാറേ. എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയില്ല. പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. അവിടെയും ആ പതിവ് പോലെ റൊട്ടീനൊക്കെ കഴിഞ്ഞ് പോന്നു. ഒരു കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ടെലിഗ്രാം വന്നു, ജോയിൻ ചെയ്യാൻ പറഞ്ഞു. 9 രൂപ 65 പൈസ ദിവസം കിട്ടും. 10 രൂപ എനിക്ക് വണ്ടിക്കൂലി വേണം അവിടെ പോയി വരാൻ. അപ്പോൾ ഞാൻ പോയി 82-ൽ. എന്നാലും എൻ്റെ അടങ്ങാത്ത ആഗ്രഹം ആദ്യം പറഞ്ഞ അധ്യാപകനാകാനുള്ളത് ഉണ്ടായിരുന്നു. 5 വർഷം കഴിഞ്ഞ് 87-ൽ ഈ ജോലിക്കാരെ കൂടെയുള്ളവരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി സെൻട്രൽ ലേബർ മിനിസ്ട്രിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ട്രേഡ് യൂണിയൻ ക്ലാസ്സുകൾ നടത്തും. പക്ഷേ നമ്മളെപ്പോലുള്ള രാജ്യത്തൊക്കെ ട്രേഡ് യൂണിയൻ ക്ലാസ്സുകൾ നടത്താൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ട് സെൻട്രൽ ലേബർ മിനിസ്ട്രി അത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് വർക്കർ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായി. ഞാനൊരു വർക്കർ ടീച്ചറായി. ഒരു 3 മാസത്തെ ട്രെയിനിങ്. പിന്നെ എൻ്റെ കോ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഒത്തിരി നടത്തി. എന്തായാലും തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ഈ വർക്കേഴ്സ് എഡ്യൂക്കേഷൻ കോർഡിനേറ്റ് ചെയ്തിരുന്നത് കൊച്ചി റീജിയണൽ സെൻറ്ററാണ്. എല്ലാ ഫാക്ടറികളിലും ധാരാളം വർക്കർ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെയും ഒരു 25ഓളം വർക്കർ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 1200 പേര് ജോലി ചെയ്യുന്ന സമയം. പിന്നെ നാവൽ ബേസിൽ മറ്റ് ഫാക്ടറികളിലും ഉണ്ടായിരുന്നു. 98-ൽ ബെസ്റ്റ് വർക്കർ ടീച്ചർ അവാർഡ് കേരളത്തിൽ നിന്ന് എനിക്ക് മാത്രമാണ് കിട്ടിയത്. അതിനെ തുടർന്ന് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിൻ്റെ കമൻറ്റേഷൻ എനിക്ക് കിട്ടി. അത് 96-ലാണ് അവാർഡ് കിട്ടിയത് വർക്കേഴ്സ് എഡ്യൂക്കേഷൻ്റെ. 98-ൽ ഈ റിപ്പബ്ലിക് ഡേക്ക് നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേ, ആ പരേഡ് നടക്കുമ്പോൾ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിൻ്റെ ഇത് ആ സെറിമോണിയൽ പരേഡിൽ വെച്ച് എനിക്ക് മെഡൽ കിട്ടി. അപ്പോൾ സാറേ, ജോഷി സാറ് പറഞ്ഞ വലിയൊരു ശാസ്ത്ര സത്യമാണത്. ആ വിഷ്വലൈസേഷൻ എപ്പോഴെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ ഈ പ്രകൃതി മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് 100% അതെ. അതുപോലെ ഞാൻ അവിടെ ഈ വർക്കേഴ്സ് എഡ്യൂക്കേഷന് പോയപ്പോൾ ആദ്യമായിട്ട് കണ്ടത്തിൽ അച്ഛൻ്റെ ക്ലാസ്സും സിസ്റ്റർ ആനിയുടെ ക്ലാസ്സും ഒക്കെ ടിയുടെ ക്ലാസ് അവിടെ വെച്ച് കിട്ടി. ജീവിതത്തിൽ ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു. അവിടെ മുതൽ ഞാൻ ഒട്ടേറെ സമയം ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നോട് വൈഫ് ചോദിക്കും, ശനിയാഴ്ചയുടെ ജോലി കഴിഞ്ഞ് ഞായറാഴ്ച ഇങ്ങനെ പോകാൻ ഒരു മടുപ്പും തോന്നണില്ലെന്ന്. ഞാൻ പറയും, ഞാൻ പിന്നെ പോയിക്കൊണ്ടിരുന്നു. അതെൻ്റെ ഒരു വലിയ പ്രചോദനമായിരുന്നു ഈ ക്ലാസ്സുകൾ. അതിൻ്റെ സുഖം നിങ്ങൾക്ക് കൂടെ ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ഏതായാലും അങ്ങനെ പോയി എൻ്റെ കൂടെയുള്ള വർക്കേഴ്സ് പലരും എൻ്റെ അടുക്ക വന്നിട്ട്, ജോറിയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിൽ ഇടപെടണമല്ലോ. പൊതുപ്രവർത്തനം, ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷെ മറ്റേ ട്രേഡ് യൂണിയൻ പോലെ അല്ല കേട്ടോ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതവിടുത്തെ പ്രത്യേകത. ആ സമയത്ത് ചോദിക്കും, ഒരു കാര്യത്തിൽ ഇടപെടണമല്ലോ എന്ന് പറഞ്ഞ് അവസാനം വന്നിട്ട് പറയും, ഒരു സ്വകാര്യം പറയാനുണ്ടല്ലോ. ഈ സ്വകാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നെ, ഇതിന് ഇത്രമാത്രം സ്വാധീനമുണ്ടോ? അപ്പോൾ ടിയെയും ഈ സ്വകാര്യങ്ങളോടെ കൂട്ടി ഇങ്ങനെ പോയി ഒട്ടേറെ പേരുടെ ഒത്തിരി വേദനകൾ പങ്കുവെക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ആശ്വാസം കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ മനസ്സ് ആഗ്രഹിക്കുക വീണ്ടും എനിക്കൊരു കൗൺസിലറാകാൻ. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി അതാണല്ലോ. അതിൻ്റെ ഒരു അവസരം 97-ൽ മൈത്രി എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു. എനിക്ക് അവസരം കിട്ടിയില്ല. 2011-ൽ വീണ്ടും മറ്റൊരു സുഹൃത്ത് പറഞ്ഞു കേട്ടു, ഇതേപോലെ ചെന്നു. ഒരു ഹാള് നിറയെ നിൽക്കുന്ന ആളുകൾ, അവർ ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ വിടുന്നത്. എന്തായാലും ആകട്ടെ. എന്നാലും അന്നും ഇതേപോലെ വലിയ ട്രെയിനിങ് പ്രോഗ്രാമും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്കെന്താ ഇത് കിട്ടാത്തത്? എനിക്ക് അടങ്ങാത്ത ആഗ്രഹം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, വരാൻ പറഞ്ഞു. ഒരു 12 വർഷം ആ കൂടെ പോകാൻ എനിക്ക് അവസരം കിട്ടി മൈത്രിയിൽ. അങ്ങനെ പോയപ്പോഴേ ഞാൻ പറഞ്ഞു വന്നേ 2 കാര്യം. ആ ബേണിംഗ് ഡിസയർ, വിഷ്വലൈസേഷനൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. ഞാനത് പൂർണ്ണമായി ഇപ്പോൾ വിശ്വസിക്കുക എൻ്റെ അനുഭവം കൊണ്ട്. 2 കാര്യത്തിൽ എനിക്ക് അങ്ങേറ്റം ഉറപ്പ് തോന്നുന്നു. അങ്ങനെ പോയിയാണ് ഇതൊക്കെ പഠിക്കാനും ഇങ്ങനെ കേൾക്കാനിട വന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് വന്നതിനെപ്പറ്റി പറയാൻ വന്നതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ പോകാനിട വന്നത്.
ഞാൻ ആ സമയത്ത് കൂടുതൽ ഇല്ല ഇല്ല, സമയം ഇത് ഭയങ്കര, ഇത് അകത്ത് മാത്രമല്ല പുറത്തും അകത്തും എല്ലാം തീയാന്നുള്ളത് മനസ്സിലായി. സൂപ്പർ, വെരി ഗുഡ്. നല്ല ഒരു അത് ജോഷി സാർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. ഓക്കെ, അപ്പം അത് എന്റെ മനസ്സിനെ ഒത്തിരി ആളി കത്തിച്ചു. അത് കാരണം ഇന്നൊന്നില്ല അല്ല, അന്ന് മുതലുള്ള ആ ഓർമ്മകളെല്ലാം വന്നു ഓടിക്കേറി. അപ്പൊ ജോർജ് സാർ ഇനിയും ക്ലാസ്സുകൾ എടുക്കും, അപ്പോൾ റെഡി ഇന്നത്തെ ആയിക്കോളും. രണ്ടാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. ആദ്യത്തെ ജോർജ് ടിയെയും സാറിന്റെ പിന്നത്തെ രണ്ടാമത്തെ ലൈഫും. ട്രെയിനിങ് പ്രോഗ്രാം സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ഉള്ള ഒരു അതെ അതെ അതെ. ആദ്യം ടിയെയും പിന്നെ ലൈഫും. അപ്പൊ എനിക്ക് ഒട്ടും നഷ്ടമായില്ല. കറക്റ്റ് ക്ലാസ് ഇപ്പൊ കിട്ടി അല്ലേ? കറക്റ്റ് ക്ലാസ് ഇപ്പൊ ഇപ്പോഴാണ് കിട്ടി. കറക്റ്റ് ക്ലാസ് വന്നത്, എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ്. താങ്ക് യു സർ, താങ്ക് യു വെരി ഓക്കെ മച്ച്. സാർ, താങ്ക് യു ജോസ് സാർ. അതുപോലെ തന്നെ സാബു സാറ് ജോഷി സാറിന്റെ ക്ലാസ്സും ഒന്ന് അനിവാര്യമായിട്ടുണ്ട്. ഞാൻ ജോഷി സാറിന്റെ ക്ലാസ്സും കേട്ടില്ല. സാർക്ക് ഒരു സീരീസ് ഓഫ് ക്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ജോസ് അല്ല സാർ സമയം ഇനിയിപ്പോ റെഡിയായി വരും. അതെ അതെ. അപ്പോൾ മൈ സാറിന്റെ ലൈഫ് ആൻഡ് മൈ ഒത്തിരി ലേണിംഗ് ക്ലാസ്സുകൾ എനിക്ക് സാർ വേണമെങ്കിൽ ഒരു എടുത്തിട്ടുണ്ട് 15 ക്ലാസ് ജീവിതത്തിലൂടെ. എങ്കിലും എടുത്തിട്ടുണ്ട് അല്ലേ? 15 ശരി. ക്ലാസ്സെങ്കിലും എടുത്ത് കാണും. അപ്പോൾ ജോഷി സാറിന്റെ ആ ക്ലാസ്സുകളിലേക്ക് ഞങ്ങൾ ഇരിക്കുകയാണ് സാർ. അപ്പോൾ സാറിൻ്റെ കൂടെ ഒരു ക്ലാസ് ഈ ജോർജ് സാർ ഇപ്പോൾ വന്ന മാതിരി ഒരു ദിവസം തീർച്ചയായിട്ടും ജോഷി സാറിന്റെ ക്ലാസ്സിലും സാറിനെ കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഈ രാത്രിയിൽ നമുക്കൊക്കെ ആശംസിക്കാം. ഓക്കെ. വളരെ സാർ, താങ്ക് യു. അതുപോലെ സാറ് ഒരാള് പമ്മി ഇരിപ്പുണ്ട്, വിൻസെന്റ് സാർ പമ്മി ഇരിപ്പുണ്ട്, പിടിക്കണം. ആരാണ്? വിൻസെന്റ് സാറിനെ പിടിക്കണം. അതെ അതെ. സാറിനെ പിടിക്കണം. ഇവിടെ വന്നിട്ട് ആരും ക്ലാസ് എടുക്കാതെ പോകാൻ പാടില്ല അല്ലേ? ഓക്കെ, അപ്പൊ ശരി, ഓക്കെ, സി യു. ശരി, ഓക്കെ താങ്ക് സാർ. യു ജോർജ് സാർ, ഓക്കെ, വണ്ടർഫുൾ. താങ്ക് യു. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഗുഡ് നൈറ്റ് സാർ, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ. ഗുഡ് നൈറ്റ്.